aromamari.com-ല് നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തെരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamari.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജോൺസൺ ജെയിംസ് ആണ്. കത്തോലിക്ക പുരോഹിതനാകാൻ പോയ കർത്താവിന്റെ ദാസന്റെ ജീവിതത്തില് കർത്താവ് ഇടപെട്ടപ്പോൾ താൻ കർത്താവിന്റെ യഥാർത്ഥ ശുശ്രൂഷകനായി തീരുന്ന തൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളും ഇന്ന് കാസർഗോട്ട് ശക്തമായി ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന തൻ്റെ ജീവിതാനുഭവങ്ങളും ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. ചില വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കർത്താവദാസനെ പരിചയപ്പെടുവാൻ ഇടയായി തീർന്നു. അന്ന് മുതൽ ഇന്നുവരെയും ക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ആത്മീയ ബന്ധത്തിലായിരിക്കാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവദാസന്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. പ്രേക്ഷകർക്ക് ഒരു അനുഗ്രഹമായി തീരും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജോൺസൺ ജെയിംസിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചോളൂ. കർത്താവിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അരോമ ടി വിയിലൂടെ നിങ്ങളെ ഓരോരുത്തരെയും കാണുവാനും ദൈവവചനത്തിൽ നിന്ന് പങ്കുവെക്കുവാനും കർത്താവ് സഹായിക്കുന്ന വലിയ കൃപയോർത്ത് സ്തുതിക്കുന്നു. പ്രിയ പാസ്റ്ററുമായി നാളുകളായുള്ള ബന്ധമുണ്ട്. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിന് ദാനിയേൽ പാസ്റ്ററോടുള്ള നന്ദിയെയും സ്നേഹത്തെ അറിയിക്കുന്നു. ഇങ്ങനെ പലപ്പോഴായി ഈ പ്രോഗ്രാമിലൂടെ വരുന്ന പല സാക്ഷ്യങ്ങളും കാണുവാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അനേകരുടെ വിശ്വാസത്തിന് ഉതകുന്ന നല്ല നല്ല സാക്ഷ്യങ്ങളെ പ്രിയ ദൈവദാസൻ ഈ അരോമ ടി വിയിലൂടെ പ്രക്ഷേപണം ചെയ്യുന്ന ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഇതിനെ ശ്രമിക്കുന്ന കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ഈ സാക്ഷ്യം നിങ്ങളുടെ ആത്മീയ ജീവിതത്തിനും കർത്താവിനുള്ള പ്രത്യാശയ്ക്കും നിത്യജീവന്റെ പാതയിലുള്ള യാത്രയ്ക്കും ഒക്കെ ഉപകാരപ്രദമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കർത്താവ് നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായി സഹായിക്കട്ടെ. എൻ്റെ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം ഇടപെട്ട അല്ലെങ്കിൽ ഈ നല്ല ദൈവത്തെ അറിയുവാൻ കർത്താവ് എനിക്ക് തന്ന ഭാഗ്യത്തെക്കുറിച്ച് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയ ദൈവദാസൻ സൂചിപ്പിച്ചതുപോലെ എൻ്റെ പേര് ജോൺസൺ ജെയിംസ് എന്നാണ്. എനിക്ക് എൻ്റെ ഭാര്യയുടെ പേര് സൂസൻ നാമ, ഷീബ എന്ന് വിളിക്കാറുണ്ട്. മിക്കവരും അറിയുന്നത് അങ്ങനെയാണ്. എനിക്ക് ദൈവം 2 മക്കളെ ദാനം ചെയ്തിട്ടുണ്ട്. 2 കുഞ്ഞുങ്ങൾ എനിക്കുണ്ട്. മോന്റെ പേര് ജോഷുവ ജെ ജോൺസൺ. അവൻ ബിടെക് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഇപ്പം ഒരു ചെറിയ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട്. എനിക്ക് ഒരു മകളുണ്ട്. മകളുടെ പേര് ജോഷിത ജെ ജോൺസൺ എന്നാണ്. അവള് ഇപ്പോൾ കൊല്ലത്ത് ഒരു നേഴ്സിംഗ് കോളേജിലെ BSc നേഴ്സിംഗിന് പഠിച്ചുകൊണ്ടിരിക്കുന്നു.
അങ്ങനെ ഞങ്ങള് 4 പേര് അടങ്ങുന്ന ഒരു കുടുംബമാണ് എൻ്റേത്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ എൻ്റെ ഈ സാക്ഷ്യം കേൾക്കുമ്പോഴും അതിനുശേഷവും നിങ്ങളുടെ ഓരോരുത്തരെയും പ്രാർത്ഥന ഞാൻ ചോദിക്കുകയാണ്. ഞാൻ സത്യത്തിൽ കാസർഗോഡ് ജില്ലയിൽ തൃക്കരിപ്പൂർ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. തൃക്കരിപ്പൂർ 1999 ഏപ്രിൽ മാസം 2-ാം തീയതിയാണ് ഞാൻ കാസർഗോഡ് ജില്ലയിൽ എത്തിച്ചേരുന്നത്. എൻ്റെ യഥാർത്ഥ സ്ഥലം, ഞാൻ ജനിച്ച് വളർത്തപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിൽ ശാസ്താംകോട്ട എന്ന ഗ്രാമമാണ്. 5 അപ്പനും അമ്മയും 5 മക്കളും അടങ്ങുന്ന ഒരു കുടുംബത്തിലെ 4ാമത്തെ വ്യക്തിയായിട്ടാണ്, മകനായിട്ടാണ് ഞാൻ ജനിക്കുന്നത്. മൂത്ത 2 സഹോദരിമാരും അതിനുശേഷം 3 ആണുങ്ങളും. അതിൽ ആണുങ്ങളുടെ കൂട്ടത്തിൽ 2ാമത്തെ ആളാണ് ഞാൻ. മക്കളുടെ കൂട്ടത്തിൽ 4ാമത്തെ ആളും. ഒരു യഥാസ്ഥിതിക കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. അല്പം കൂടി പറഞ്ഞ, എൻ്റെ അമ്മ ഒരു നല്ല കത്തോലിക്ക ഭക്തയായിരുന്നു. എൻ്റെ അമ്മയുടെ സഹോദരങ്ങളിൽപ്പെട്ട പലരും പള്ളിയിലെ കത്തോലിക്ക സഭയിലെ പുരോഹിതന്മാരും ഒക്കെയാണ്. അതുകൊണ്ട് എൻ്റെ അമ്മ കത്തോലിക്ക വിശ്വാസത്തിൽ ഇത്തിരി തീഷ്ണതയുള്ള വ്യക്തിയായിരുന്നു. ചെറുപ്പം മുതലേ ജപമാല എന്നൊക്കെ പറയുന്ന കൊന്ത പിടിക്കുക എന്ന ജപമാല ചൊല്ലുക, അതോടൊപ്പം തന്നെ പ്രാർത്ഥിക്കുക, ഇത് ഞങ്ങളുടെ വീട്ടിലെ ഒരു നിത്യ സംഭവമായിരുന്നു. എല്ലാ ദിവസവും രാത്രി ഈ കൊന്ത പഠിക്കാതെ, ജപമാല ചൊല്ലാതെ ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടത്തില്ല. അത് കഴിഞ്ഞതിന് ശേഷമേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അന്നും ഇന്നും എപ്പോഴും എനിക്കതിലെ കൊന്തയുടെ എല്ലാ രഹസ്യങ്ങളും അതുപോലെ തന്നെ അതിന്റെ എല്ലാ കാര്യങ്ങളും മനഃപ്പാഠമാണ്. അങ്ങനെ കത്തോലിക്ക വിശ്വാസത്തിൽ, സാധാ കുടുംബത്തിൽ കത്തോലിക്ക വിശ്വാസത്തിൽ വളർത്തപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. ചെറുപ്പം മുതലേ എനിക്ക് പള്ളിയോടൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. പള്ളിയിൽ 6:15 രാവിലെ കുർബാനയുണ്ട്. കുഞ്ഞായിരിക്കുമ്പോഴേ, ഏതാണ്ട് 4ാം ക്ലാസ്സിലും 5-ിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ എല്ലാ ദിവസവും രാവിലെ കുർബാനയ്ക്ക് പോകുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. എൻ്റെ സഹോദരിമാരോട് ഒരുമിച്ച് ഞാൻ കുർബാനയ്ക്ക് പോകും, മടങ്ങി വരും. അങ്ങനെ ഈ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ സിസ്റ്റേഴ്സുമായിട്ടും അച്ഛനുമായിട്ടൊക്കെ നല്ല ബന്ധം ഉണ്ടാകാനിടയായി. അപ്പൊ എല്ലാ ഈ ദിവസവും ചെല്ലുന്നതുകൊണ്ട് സിസ്റ്റർ ഒരിക്കൽ ചോദിച്ച്, ജോൺസ, നമ്മുടെ ഈ കുർബാനയ്ക്ക് ബൈബിൾ വായിക്കുമല്ലോ, അപ്പൊ അത് വായിച്ചുകൂടെ ജോൺസന്? എനിക്ക് സന്തോഷമായി. ഞാൻ പറഞ്ഞു വായിക്കാം. അങ്ങനെ കുർബാനയിൽ അച്ഛനെ അസിസ്റ്റ് ചെയ്യുവാൻ ഒരു അവസരം ലഭിച്ചു. ചെറിയ പ്രായത്തില് അങ്ങനെ ചിലപ്പോഴൊക്കെ 2-3 കുർബാനകളൊക്കെ കാണും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ടാണ് ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ കോളേജ് പഠനവും ഞാൻ പഠിച്ചത് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ ഈ പള്ളിക്ക് തൊട്ടടുത്തുള്ള ശാസ്താംകോട്ട സെന്റ് മേരീസ്, അവിടെ സെന്റ് തോമസ് ചർച്ചിന് തൊട്ടടുത്തുള്ള സെന്റ് മേരീസ് സ്കൂളിലാണ് ഞാൻ LPS വിദ്യാഭ്യാസം നടത്തിയത്. അത് ശാസ്താംകോട്ട ടൗണിലുള്ള ശാസ്താംകോട്ട ഗവൺമെന്റ് ഹൈസ്കൂളിൽ 10ാം ക്ലാസ് വരെ പഠിക്കുകയും അതിനുശേഷം പ്രീ ഡിഗ്രിക്ക് തൊട്ടടുത്ത് തന്നെയുള്ള ദേവസ്വം ബോർഡ് കോളേജ് ശാസ്താംകോട്ടയിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുകയൊക്കെ ചെയ്തു. ഈ സമയത്തെല്ലാം തന്നെ ഞാൻ നല്ല ഒരു ഭക്തനായി ദൈവത്തെ എല്ലാ ദിവസവും പള്ളിയിൽ പോവുക, പ്രാർത്ഥിക്കുക. അപ്പൊ ഇത് ഞാൻ 10ാം ക്ലാസ് ഒക്കെ കഴിയുന്ന സമയത്ത് ഇത് അല്പം കൂടി വന്നു. വെള്ളിയാഴ്ചകളുള്ള നൊവേനകള്, ഇടദിവസത്തുള്ള പ്രാർത്ഥനകള് എന്ന് വേണ്ട ഒന്നുപോലും ഞാൻ മുടക്കാതെ നിരന്തരമായി ഇതിൽ പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. എല്ലാ വെള്ളിയാഴ്ചകളിലും പോയി കുമ്പസാരിക്കുക, ഞായറാഴ്ചകളിൽ കുർബാനയിൽ പങ്കെടുക്കുക, എല്ലാം കൊണ്ടും വളരെ ഭക്തിയുള്ള, അന്നത്തെ നോട്ടത്തിൽ വളരെ ഭക്തിയുള്ള ഒരു ജീവിതം നയിച്ചാണ് ഞാൻ മുന്നോട്ട് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കന്യാസ്ത്രീമാരുമായിട്ടൊക്കെ നല്ല ബന്ധം, അവിടുത്തെ അച്ഛന്മാരുമായിട്ട് നല്ല ബന്ധം എപ്പോഴും. അങ്ങനെ അത് കഴിഞ്ഞ് പല സംഘടനകളിൽ KC ബൈം ഉൾപ്പെടുന്ന വിവിധ സംഘടനകളിൽ ഉള്ള പ്രവർത്തനം,
അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ലൈഫായിരുന്നു. പക്ഷെ ഞാൻ ഇതൊക്കെ ചെയ്യുമ്പോഴും പാപം എന്നതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയൊന്നുമില്ല. എന്താണ് പാപമെന്നോ അല്ലെങ്കിൽ ചെയ്യുന്നത് പലതും പാപമാണെന്നോ ഒന്നും എനിക്ക് വ്യക്തമായ ധാരണയില്ല. സാധാരണ യൗവനത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ കടന്നു വരുന്ന പോലുള്ള ആ ചെറിയ ചെറിയ ദുസ്വഭാവങ്ങൾ, ദുശീലങ്ങൾ എന്റെ ജീവിതത്തെയും രസിച്ചിരുന്നു. അത് അത്ര വലിയ സീരിയസ് ആണെന്നോ അത്ര വലിയ പാവമാണെന്നോ ഒന്നും അന്നത്തെ കാലത്ത് ഞാൻ കണക്കുകൂട്ടിയില്ല. എങ്കിലും എല്ലാ വെള്ളിയാഴ്ചയും പോയി കുമ്പസാരിക്കുന്നതുകൊണ്ട് ഈ പാവമെല്ലാം അച്ഛനോട് പറഞ്ഞ് കുമ്പസാരമൊക്കെ നടത്തി അങ്ങനെ കാഴ്ചയ്ക്ക് നല്ലൊരു ഭക്തനായിട്ട് ജീവിച്ചു വരുന്ന ഒരു അനുഭവമായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഉള്ളത്. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടം, യൗവനം പ്രായത്തിൽ എത്തി. എങ്കിലും ഈ പള്ളിയുമായിട്ടും ഇതുമായിട്ടുള്ള ബന്ധമൊന്നും അവസാനിപ്പിച്ചില്ല. വളരെ ഭക്തനായിട്ട് പലരുടെ എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടെ, വളരെ ആത്മാർത്ഥതയോടെ, വളരെ ഭക്തിയോടെ ഒക്കെ പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു അത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ധ്യാനമൊക്കെ ആരംഭിക്കുന്നത്. അപ്പൊ ഈ ധ്യാനം അവിടെ ഇവിടെയൊക്കെ പല ധ്യാനങ്ങളൊക്കെ തുടങ്ങുന്ന കേട്ടപ്പം ഞാൻ ആ ധ്യാനങ്ങളിലൊക്കെ പങ്കെടുക്കും. എങ്കിലും അതൊന്നും എന്റെ ജീവിതത്തെ വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയില്ല. എങ്കിലും എവിടെയൊക്കെ ധ്യാനമുണ്ടോ, പള്ളി നമ്മുടെ ശാസ്താംകോട്ട സെന്റ് തോമസ് ചർച്ചിലെ ധ്യാനത്തിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ എല്ലാം ഒക്കെ ചെയ്തു ഇങ്ങനെ പോകുന്ന ഒരു സമയമാണെങ്കിലും എന്റെ ജീവിതത്തിൽ എനിക്ക് തന്നെ തോന്നുന്നുണ്ടായിരുന്നു ഞാൻ ഒരു ഭക്തനാണ്, ഞാൻ പാവമൊന്നും ചെയ്യുന്നില്ല, ഞാനൊരു വിശുദ്ധനാണ് എന്നൊക്കെയുള്ള ഒരു മനോഭാവവും ചിന്തയൊക്കെ ഉള്ള വ്യക്തിയായിരുന്നുകൊണ്ട് വളരെ ആത്മാർത്ഥതയോടെ അതിൽ പങ്കെടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞു. പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഇരിക്കുമ്പം അന്ന് ഞങ്ങളുടെ കോൺവെന്റിലെ സിസ്റ്റർ, ഗിൽബർട്ട് മേരി എന്ന സിസ്റ്ററിന്റെ പേര്, സിസ്റ്റർ എന്നോട് പറഞ്ഞു, ജോൺസാ ഇങ്ങനെ കൊല്ലത്ത് വെച്ചൊരു ജീസസ് യൂത്തിന്റെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, ശാസ്താംകോട്ട ഇടവകയിൽ നിന്ന് ചില ചെറുപ്പക്കാരെ പറഞ്ഞു വിടാമെന്ന് ഞാൻ സമ്മതിച്ചിട്ടുണ്ട്. ജോൺസ് അത് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ചിലരെയൊക്കെ സംഘടിപ്പിച്ച് ഈ ജീസസ് യൂത്തിന്റെ 3 ദിവസം നിൽക്കുന്ന ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കണം പറഞ്ഞ. ഓക്കെ സിസ്റ്ററെ, ഞാൻ ആദ്യമായിട്ട് പോവുകയാ. സത്യം എന്റെ വീട്ടിൽ ഈ സമയത്തൊന്നും ബൈബിളില്ല. ഈ കത്തോലിക്ക വേദപുസ്തകമായിരിക്കുന്ന POC ബൈബിളായിരിക്കും, ബൈബിളൊന്നും ഇല്ല വീട്ടില്. നമ്മൾ ഈ കുന്തപിടുത്തവും ചെറിയ ചെറിയ പുസ്തകങ്ങളൊക്കെയാണ്. പലപ്പോഴും തൊട്ടയലത്തെ ബൈബിളുള്ള ചില വീടുകളൊക്കെ കണ്ടുപിടിച്ച് അവിടുന്ന് ബൈബിൾ കടം വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ച് വായിച്ചിട്ട് തിരിച്ചു കൊടുക്കുന്ന അനുഭവമൊക്കെ ഉണ്ട് നമുക്ക്. പക്ഷെ അതുമായിട്ടൊന്നും വലിയ ബന്ധമില്ല. അങ്ങനെ പോകുന്ന ആ കാലത്താണ് ഈ സിസ്റ്റർ ഇത് പറഞ്ഞിട്ട് നേരെ കൊല്ലത്ത് പോയി ജീസസ് യൂത്തിന്റെ ആ ക്യാമ്പിൽ പങ്കെടുത്തു. അത് എന്റെ ജീവിതത്തിൽ ഒരു വലിയ അനുഭവമായിരുന്നു. എന്ന് പറഞ്ഞ ഈ പാട്ടുകളൊക്കെ വളരെ എന്റെ ഹൃദയത്തെ സ്വാധീനിച്ച് അവിടെ പാടിയ പാട്ടുകളും അവിടുത്തെ പ്രാർത്ഥനകളും ജീസസ് യൂത്തിന്റെ പ്രാർത്ഥനകളൊക്കെ എനിക്ക് വളരെ വളരെ സന്തോഷം തോന്നി. എന്തോ ഒരു വലിയൊരു ഒരു ഒരു സന്തോഷം, ഒരു അകത്തെന്തോ ഒരു നിർവൃതി ആ പാട്ടൊക്കെ ഇന്ന് കേട്ടപ്പോൾ. അപ്പൊ ഇന്നും ആ പാട്ടുകൾ പലതും എനിക്ക് കാണാൻ അറിയാം. എന്റെ ഒരു സ്വഭാവം എന്ന് പറയും, ഈ പാട്ടുകളൊക്കെ ഞാൻ കിട്ടിയാൽ കാണാതെ പഠിക്കും. അപ്പൊ അന്നും ഇതുപോലെ നല്ല നല്ല പാട്ടുകൾ, ജീസസ് യൂത്തിന്റെ പാട്ടുകൾ, ഇംഗ്ലീഷ് പാട്ടുകളും മലയാളം പാട്ടുകളും, ദൈവജനത്തെ വിശുദ്ധീകരിക്കാൻ നമ്മെ ഒരുക്കുകയല്ലോ എന്ന് പറഞ്ഞൊരു പാട്ട് അവിടെ പാടി. നമ്മൾ ദൈവം ഒരുക്കുന്ന ദൈവജനത്തെ വിശുദ്ധീകരിക്കാന്ന് പറഞ്ഞ് ആ പാട്ട്, അതൊക്കെ എന്റെ ജീവിതത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. ഞാൻ ആ പാട്ട് അത് കഴിഞ്ഞ് എന്റെ ലാസ്റ്റ് ഡേ 3-ാമത്തെ ദിവസം പറഞ്ഞു, നമ്മളിങ്ങനെ കൊല്ലത്ത് ഫാത്തിമ മാതാ നാഷണൽ കോളേജിൽ വെച്ച് ഒരു ധ്യാനം നടക്കുന്നുണ്ട്, യുവതീ യുവാക്കൾക്ക് വേണ്ടിയുള്ള ഒരു ധ്യാനം. അപ്പൊ ഈ യുവതീ യുവാക്കൾക്ക് വേണ്ടിയുള്ള ഈ ധ്യാനത്തിൽ നിങ്ങൾ വേണം എല്ലാ ഇടവകളിൽ നിന്നും ചെറുപ്പക്കാരെ കൂട്ടിക്കൊണ്ടുവരിക. അപ്പൊ എനിക്ക് എന്റെ ചിന്ത ശരിയാണെങ്കിൽ 1992 ഈ ധ്യാനം നടക്കുന്നത്, 1992. അപ്പം അങ്ങനെ ആ ധ്യാനത്തിൽ കുര്യാക്കോസ് പുന്നേലിൽ എന്ന് പറയപ്പെടുന്ന ഒരു വിൻസിഷ്യൻ സഭാംഗമായിരിക്കുന്ന ഒരു പുരോഹിതനാണ് ഈ ധ്യാനം നയിച്ചത് 1992. അപ്പൊ ഈ ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ അവിടെ വെച്ച് ആണ് സത്യത്തിൽ ഞാനൊരു പാവിയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അതുവരെ പള്ളിയിൽ പോകുന്നുണ്ട്, കുർബാന എടുക്കുന്നുണ്ട്, കുമ്പസാരിക്കുന്നുണ്ട്, അൾത്താരയിൽ പുരോഹിതനെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നെങ്കിലും ഈ
ധ്യാനത്തിൽ പങ്കെടുത്തപ്പം എനിക്ക് മനസ്സിലായി ഞാനൊരു പാപിയാണെന്ന്. മാത്രമല്ല അവിടെ യേശുവിന് വേണ്ടി ജീവിതത്തെ സമർപ്പിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പം ഞാൻ പരിശോധിച്ചു, എന്റെ ജീവിതം ഞാൻ യേശുവിന് സമർപ്പിച്ചിട്ടുണ്ടോ? എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞല്ലോ, യൗവനത്തില് മദ്യപാനമോ പുകവലിയോ ഒക്കെ പോലുള്ള പാപങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. വേണ്ടാത്ത ദുസ്വഭാവങ്ങളൊക്കെ എന്റെ ജീവിതത്തിലുണ്ട്. ഞാൻ അതിനെയൊന്നും സീരിയസ് ആയിട്ടല്ല കരുതിയിരുന്നത്. പക്ഷെ ഈ ധ്യാനത്തിൽ പങ്കെടുത്തപ്പം ഇങ്ങനെയുള്ള എല്ലാം പാപമാണെന്ന് എനിക്ക് മനസ്സിലായി. അതുവരെ നമ്മൾ ചിന്തിച്ചിരിക്കുന്ന ചെറുപ്പക്കാരായ ഇതൊക്കെ വേണം, ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ ചെറുപ്പക്കാരാകൂ, നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടെങ്കിലേ നമ്മുടെ ഈ ചെറുപ്പത്തിലുള്ളതാ. അതിനെ ന്യായീകരിക്കുന്ന വ്യക്തിയായിരുന്നു. പക്ഷെ ഈ കുര്യാക്കോസ് പനവേൽ അച്ഛന്റെ ഈ ധ്യാനത്തിൽ മനസ്സിലായി ഇതെല്ലാം പാപമാണ്. എനിക്ക് ഈ പാപത്തിൽ നിന്ന് മാറ്റം വരണം. മാത്രമല്ല, യേശു രക്ഷിതാവാണ്. യേശു നമ്മെ പാപത്തിൽ നിന്നും രക്ഷിക്കുന്നു. ഇതൊക്കെ എനിക്ക് സത്യം, ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും വർഷങ്ങളായിട്ട് കുർബാനയും കാര്യങ്ങളും നടക്കുന്നത് എനിക്ക് അറിയാത്ത കഥയാണ് ഇതെല്ലാം. യേശു എന്റെ പാപത്തിന് പരിഹാരമായി മരിച്ചു. ഇത് വളരെ ഞെട്ടലോടെ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്. അതുവരെ കർത്താവിനെ യഹൂദന്മാർ കൊന്നെന്നുള്ള ഒരു സങ്കല്പത്തിനപ്പുറം നമുക്ക് ആ കൊന്നു അത്രയേ ഉള്ളൂ. നമുക്ക് അതിനപ്പുറത്തേക്ക് പോകുന്നില്ല നമ്മുടെ ചിന്തകളൊന്നും. അവരങ്ങനെ ചെയ്തു, നമ്മളായിരുന്നെങ്കിൽ യഹൂദന്മാരെയൊക്കെ ശരിയാക്കിയെന്നൊക്കെ ഉള്ള ചിന്തയാണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത്. പക്ഷെ ആ ക്രൂശിലെ മരണം എന്റെ പാപത്തിന് പരിഹാരമായിട്ടാണെന്നും ലോകത്തെ സകല മനുഷ്യരുടെയും പാപത്തിന് പരിഹാരമായിട്ടാണെന്നും യേശുവിലെ ക്രൂശിന്റെ മരണം മൂലമാണ് മനുഷ്യന് രക്ഷ കിട്ടുന്നതെന്നും അവിടെ വെച്ച് കേട്ടപ്പോ ഞാൻ ഭയപ്പെട്ടു പോയി. കർത്താവേ, നിന്നെ ക്രൂശിച്ചത് എന്റെ പാപം കൂടെയാണല്ലോ. അപ്പൊ ഈ ചിന്ത എന്റെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നുന്നത് 7 ദിവസത്തെ ഒരു ധ്യാനമായിരുന്നു. ഞാൻ എന്റെ ജീവിതത്തെ അവിടെ വെച്ച് കർത്താവിനെ സമർപ്പിച്ചു. യേശുവേ, ഇനി ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും. ഈ പാപ സ്വഭാവങ്ങളെ ഞാൻ ഉപേക്ഷിക്കും. നിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ഞാൻ ജീവിക്കും. അവിടെ വെച്ച് ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ റൂമിൽ താമസിക്കുന്ന കുറെ ചെറുപ്പക്കാരുണ്ടായിരുന്നു, ശാസ്താംകോട്ടയിൽ നിന്ന് വന്ന്. ഞങ്ങൾ എല്ലാവരും ഓരോ തീരുമാനമെടുത്തു. അപ്പം ഈ ധ്യാനം ഞങ്ങളുടെ ജീവിതത്തിൽ ഇത് ചലഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാം ഒരു തീരുമാനമെടുത്തു. ഇല്ല, ഇനി ഒരു പുതിയ ജീവിതം നയിക്കണം. ഈ നമ്മുടെ ഇടവകയിൽ ഇത് അറിയാതാണ് ആൾക്കാർ കഴിയുന്നത്. കാരണം പണ്ടത്തെ ഇപ്പൊ ഇത് അറിയുന്നതിന് ഒരാഴ്ച മുമ്പുള്ള നമ്മുടെ ലൈഫ് എന്തോ അതുപോലെയാണ് ഈ ജനം കഴിയുന്നത്. അപ്പൊ ഈ ജനത്തിന് ഈ സന്ദേശം ഒന്ന് കൊടുക്കണം. ഈ ജനത്തെ ഈ പറയപ്പെടുന്ന സന്ദേശത്തിലേക്ക് കൊണ്ടുവരണം. അപ്പൊ അവിടെ വെച്ചിത് സമർപ്പിച്ചു, കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പൊ ആ ധ്യാനം അങ്ങനെ എല്ലാ തരത്തിലും അവിടെ വെച്ചാണ്. അപ്പം ഈ അവിടുത്തെ അച്ഛൻ പറഞ്ഞു, ഞാനൊരു പാപിയാണെന്ന് സമ്മതിച്ച് കർത്താവിന്റെ കരങ്ങളിൽ ജീവിതത്തെ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ നിമിഷങ്ങളിൽ എല്ലാം ചെറുപ്പക്കാരാണ്. ഫാത്തിമ മഹൽ നാഷണൽ കോളേജ് നടക്കുന്ന ഈ ധ്യാനത്തിൽ ചെറുപ്പക്കാർക്ക് വേണ്ടി മാത്രമുള്ള ധ്യാനമാണ്. അങ്ങനെ ആഗ്രഹിക്കുന്നവർ എഴുന്നേൽക്കാൻ പറഞ്ഞു. അവിടെ ഇരുന്ന് എന്റെ ചിന്ത ശരിയാണെങ്കിൽ 100% ചെറുപ്പക്കാരും എഴുന്നേറ്റിരുന്നു. അപ്പൊ ഒരു സഹോദരൻ വന്നേച്ച് പറഞ്ഞു, യേശു എന്റെ പാപത്തിന് പരിഹാരമായി മരിച്ചെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഈ ചെറുപ്പക്കാരെല്ലാം കൂട്ടത്തെ പറഞ്ഞ് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏറ്റു പറഞ്ഞു, യേശു കർത്താവ് അടക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ചെറുപ്പക്കാരെല്ലാം അതേപോലെ ഏറ്റു പറഞ്ഞു. വലിയ ഏതാണ്ട് 2000-ലധികം ചെറുപ്പക്കാർ മാത്രം, യുവാക്കൾ മാത്രം കൂടിയിരിക്കുന്ന ധ്യാനമാണ്. ഇത് പറഞ്ഞു. അങ്ങനെ യേശു വീണ്ടും വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏറ്റു പറഞ്ഞു, യേശുവെ അവിടുന്ന് എന്റെ രക്ഷിതാവാണ്. ഞങ്ങളെല്ലാം പറഞ്ഞു, യേശുവെ രക്ഷിതാവാണ്. യേശു അവിടുന്ന് കർത്താവാണ്. എന്റെ ജീവിതത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവിടുന്ന് രാജാവായി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു, ഈ റോമ ലേഖനത്തിൽ ഇത് പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് ആ ഭാഗമൊക്കെ വായിച്ചു. പക്ഷെ അതത്ര ശ്രദ്ധിച്ചില്ലെങ്കിലും ഈ പ്രാർത്ഥന വളരെ ഭയത്തോടെ, ഞാൻ പറഞ്ഞല്ലോ, എങ്ങനെ ഇതിൽ നിന്ന് മാറ്റം വരുമെന്ന് ഞാൻ ആലോചിച്ചിരുന്നത് കൊണ്ട് വളരെ സന്തോഷത്തോടെ എന്നെ ഹൃദയത്തിലേക്ക് കരങ്ങൾ വെച്ച് ഞാൻ ഈ പ്രാർത്ഥന ഏറ്റുപറഞ്ഞു. 1992 ഡിസംബറിലെ സംഭവമാണിത്. അറിയാത്ത ഒരു മാറ്റം എന്റെ ജീവിതത്തിൽ സംഭവിച്ചു. അറിയാത്ത ഒരു മാറ്റം. അപ്പം അത് കഴിഞ്ഞ് നേരെ ഞങ്ങള് ഈ ചെറുപ്പക്കാരെല്ലാം കൂടെ ശാസ്താംകോട്ടയിലെത്തി. അന്നത്തെ വികാരി അച്ഛനെ ഞങ്ങൾ നേരി കണ്ടു. ഞങ്ങൾ പറഞ്ഞു, ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലായത്. മനുഷ്യൻ പാപിയാണെന്നും
അല്ലെങ്കിൽ ഞങ്ങളെല്ലാം പാപികളായിരുന്നെന്നും പാപത്തിൽ നിന്ന് രക്ഷ യേശു കർത്താവിലൂടെയാണെന്നും. അപ്പൊ നമ്മുടെ ഈ നാട്ടിൽ കിടക്കുന്ന ഈ കുർബാനയിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ എല്ലാ ദിവസവും നൊവേനയ്ക്കും എല്ലാത്തിനും വരുന്ന ഈ ജനത്തിന് ഇതൊന്നും അറിയത്തില്ലല്ലോ. അവരെ ഇത് പഠിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പൊ അന്നത്തെ പുരോഹിതൻ അച്ഛൻ ചോദിച്ചു, അതിന് എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ പറഞ്ഞു, എല്ലാ വീടുകൾ തോറും നമ്മളൊരു പ്രയർ നടത്താൻ പോയാൽ എല്ലാ വീടുകളും ആ വീട്ടിൽ പോയി എല്ലാ വൈകിട്ട് ഒരു 7 മണി മുതൽ 9 മണി വരെ ഉള്ള ഒരു മീറ്റിംഗ്. ഞങ്ങളുടെ ഇടവകയിൽ ഏതാണ്ട് 10,000-2000 കുടുംബങ്ങളുള്ള ഒരു ഇടവകയാണ്. അപ്പൊ എല്ലാ വീടുകളും ആഴ്ചയിൽ ഞായറാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും അങ്ങനെ ഒരു നടത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ ധ്യാനത്തിന് അവിടെ പങ്കെടുത്തു കഴിഞ്ഞപ്പോഴാണ് ഒരു ബൈബിൾ സ്വന്തമാക്കി, ഒരു ബൈബിൾ വാങ്ങി, നല്ല കവറൊക്കെ ഇട്ട്. അപ്പൊ ഈ ബൈബിളിൽ നിന്നൊരു പ്രസംഗം, പ്രാർത്ഥന, പാട്ട് ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനെ ഞങ്ങളുടെ വികാരി അച്ഛൻ സപ്പോർട്ട് ചെയ്തു. ഞങ്ങൾ അങ്ങനെ വീടുകൾ തോറും കയറി ഇറങ്ങി എല്ലാ ദിവസവും. അത് ബുക്കിങ്ങാണ്, 2, 3, 4 മാസത്തേക്കുള്ള ബുക്കിങ്ങാണ്. അപ്പൊ അങ്ങനെ ഓരോ വീടുകളിലും ഈ വചനം അറിയിക്കുക, ആ വീട്ടിൽ പ്രാർത്ഥിക്കുക. അവിടുന്ന് ഇവിടുന്ന് എല്ലാ ആൾക്കാരും കൂടാൻ തുടങ്ങി. ഒരുപാട് പേര് ഇതിൽ കൂടി വന്നു. ഈ പ്രാർത്ഥനയെ പങ്കെടുക്കാൻ തന്നെ ഒരുപാട് പേര് വന്നു. ഞങ്ങളുടെ ഇടവകയിൽ നിന്നും മാത്രമല്ല മറ്റിടവകളിലും അങ്ങനെയുള്ള ധ്യാന പ്രാർത്ഥനകൾ നടത്താനുള്ള അവസരം ദൈവം ഒരുക്കി തരാൻ തുടങ്ങി. അപ്പോഴാണ് അടുത്ത ഒരു ചിന്ത, ഈ തൊട്ടടുത്തുള്ള ഇടവകയായിരിക്കുന്ന പട്ടകട ഇടവകയെയും ശാസ്താംകോട്ട ഇടവകയും കോർത്തിണക്കിക്കൊണ്ട് ഒരു സുവിശേഷ റാലി നടത്തുക. ഇതൊന്നും ഞങ്ങൾക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയത്തില്ല. ഇങ്ങനെ ഞങ്ങളുടെ ഉള്ളിൽ വരുന്ന ഓരോ ചിന്തകൾക്കും ആലോചനകൾക്കും ഒത്തവണ്ണം ഞങ്ങൾ ഇത് ചെയ്യുക. അപ്പൊ ഇത് അന്നിരുന്ന പുരോഹിതനോട്, അച്ഛനോട് ഞങ്ങൾ ഇത് പറഞ്ഞു, ഇങ്ങനെ നമുക്ക് അടുത്ത ഒരു പക്ഷം നമുക്കിത് ചെയ്യണം. അദ്ദേഹം സമ്മതിച്ചു, എന്നാൽ അത് ചെയ്യാം. 2 ഡേറ്റ് നിശ്ചയിച്ചു. അപ്പൊ പറഞ്ഞു, ഇവിടെ അടുത്ത് ഒരു നമ്മള് ഇതിൽ പങ്കെടുക്കുന്ന ഒരു ജേക്കബ് സാറുണ്ട്, അദ്ദേഹവുമായിട്ട് ആലോചിച്ച്, അദ്ദേഹം എപ്പോഴും പള്ളിയിൽ വരുന്ന ഒരു സാറാണ്, അതുമായിട്ട് ആലോചിച്ച് നിങ്ങൾ അത് ചെയ്യണം. അങ്ങനെ അദ്ദേഹത്തിന്റെ ഭവനത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടാൻ തുടങ്ങി. അവിടെ വെച്ച് പ്രാർത്ഥനകൾ നടത്താൻ തുടങ്ങി. മാത്രമല്ല, ഈ സമാധാന സന്ദേശ റാലി എന്ന് പറഞ്ഞ ഒരു റാലി ഇത്രയും ദൂരത്തിൽ, ഏതാണ്ട് 5-6 കിലോമീറ്റർ കാണുമായിരിക്കണം, അത്രയും ദൂരത്തിൽ ഞങ്ങൾ നടത്തി. ശാസ്താംകോട്ട ടൗണിൽ ചെന്ന് അവസാനിപ്പിക്കുന്ന തരത്തിൽ നടത്തി. തെരുവ് നാടകങ്ങൾ എന്ന് വേണ്ട ഉള്ള പ്രോഗ്രാം ഒക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്യുക. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഈ ജനത്തെ ഒന്ന് ഉദ്ധരിക്കണം. യേശു നമുക്ക് വേണ്ടി മരിച്ചെന്നും യേശു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ് മരിച്ചതെന്നും യേശുവിൽ ഒരു വിശുദ്ധ ജീവിതം ഉണ്ടെന്നും പരിശുദ്ധാത്മാവ് നമ്മളെ ആ വിശുദ്ധ ജീവിതത്തിന് സഹായിക്കുമെന്നൊക്കെ ഈ ജനത്തെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ആണ്. അതിൽ തന്നെ അന്ന് തെരുവാടം നടത്തിയത് ലോത്തിന്റെയൊക്കെ അനുഭവം, ദൈവദൂതന്മാർ വരുന്നു, പാവമുള്ള സ്ഥലത്തെ നശിപ്പിക്കുന്നു, ഇതൊക്കെയാണ് നടത്തുന്നത്. അങ്ങനെയുള്ള ഒരു ബാല്യകാലമാണ് എനിക്കുള്ളത്. അപ്പൊ അത് വളരെ ആക്റ്റീവായിട്ട് അങ്ങനെ ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ ജീസസ് യൂത്തായി, ജീസസ് യൂത്തിന്റെ മീറ്റിങ്ങുകളായി, ജീസസ് യൂത്തിന്റെ പ്രാർത്ഥനകളായി, അങ്ങനെ എല്ലാം നടക്കുന്ന സമയത്താണ് എൻ്റെ ഉള്ളിൽ ഒരു പ്രേരണ. അപ്പൊ ഇപ്പൊ ഇങ്ങനെയല്ലേ ചെയ്യുന്നത്, അടുത്ത ഒരു സ്റ്റെപ്പ് വേണം. എന്താ അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് ചോദിച്ചാൽ, ജനത്തെ കൂടുതൽ ഇതിലേക്ക് നയിക്കാൻ കഴിയുന്നത്, രക്ഷയിലേക്ക് നയിക്കാൻ കഴിയുന്നത്, ഈ ജനത്തെ കൂടുതൽ ഈ കാര്യങ്ങളിൽ ബോധ്യപ്പെടുത്തുവാൻ കഴിയുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഒരു പുരോഹിതനായി തീരുക എന്നതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അച്ഛന്മാരുമായിട്ടൊക്കെ നല്ല ബന്ധവും സിസ്റ്റേഴ്സുമായിട്ടൊക്കെ നല്ല ബന്ധവും ഒക്കെ ഉള്ളതുകൊണ്ട് അപ്പൊ ഞാൻ അവിടുത്തെ പുരോഹിതനെ, അച്ഛനെ പോയി കണ്ടിട്ട് പറഞ്ഞ്, എനിക്കൊരു പുരോഹിതനാകണം, ഒരു അച്ഛനാകണം, ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞല്ലേ, എനിക്കൊന്നാകണം. അദ്ദേഹം പറഞ്ഞു, ജോൺസൺ ഒരു കാര്യം ചെയ്യും, കൊല്ലത്ത് വെച്ച് കൊല്ലത്തെ സെമിനാരിയിൽ ഒരു ദൈവവിളി ക്യാമ്പ് നടക്കുന്നുണ്ട്, വൊക്കേഷൻ ക്യാമ്പ് നടക്കുന്നുണ്ട്. ഈ ദൈവവിളി ക്യാമ്പിൽ പങ്കെടുക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ പങ്കെടുക്കാം. അങ്ങനെ ദൈവവിളി ക്യാമ്പിൽ പോയി ഒരാഴ്ചയോളം അവിടെ പങ്കെടുത്തു. ആ ക്യാമ്പിൽ വെച്ച് സെലക്ഷൻ കിട്ടിയവർക്ക് അത് കഴിഞ്ഞ് അടുത്ത 2-3 ദിവസത്തെ മറ്റൊരു ക്യാമ്പുണ്ട്. ഇപ്പൊ ഒരുപാട് ചെറുപ്പക്കാർ വരും, അതിൽ നിന്ന് കുറച്ച് പേര് സെലക്ട് ചെയ്യുന്നത് അന്ന്. അപ്പൊ എനിക്കും അതിലൊരു സെലക്ഷൻ കിട്ടി. സെലക്ഷൻ കിട്ടിയത് മാത്രമല്ല, അടുത്ത ക്യാമ്പിന് എന്നെ വിളിച്ചു. അടുത്ത ക്യാമ്പിന് ചെന്നു, അതിൽ പങ്കെടുത്തു. അങ്ങനെ ഞാൻ കൊല്ലത്ത് സെന്റ് റഫേൽ സെമിനാരിയിൽ ഒരു പുരോഹിതനാകാൻ വേണ്ടി ചേർന്നു. എന്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട
ഒരു തീരുമാനവും ഒരു സമർപ്പണവുമായിരുന്നു ഒരു പുരോഹിതനായി തീരുക എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രായം വരുന്നതനുസരിച്ച്, അല്ലെങ്കിൽ നമുക്ക് ചെറുപ്പത്തിൽ ആഗ്രഹമല്ല, കുറച്ച് വളർന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ആഗ്രഹം. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എനിക്കൊരു ആഗ്രഹമായിരുന്നു. കാരണം ഈ ടീച്ചർമാരെയൊക്കെ കാണുമ്പം ഒരു ടീച്ചർ ആകണമെന്ന് ആഗ്രഹം വന്നു. കുറച്ചുകൂടെ വളർന്നു കഴിഞ്ഞപ്പം ഒരു ആഗ്രഹം വന്ന്, കാരണം ഒരു പോലീസുകാരനാകണം. അപ്പൊ അതിനു വേണ്ടിയുള്ള ശ്രമമായി. ഞാൻ കോളേജിൽ ചേർന്നപ്പോൾ എന്റെ ആഗ്രഹം മാറി. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിലിറ്ററി പോകണം, പട്ടാളക്കാരനാകണം. അപ്പൊ ഞാൻ NCC-യിലൊക്കെ ചേർന്ന് അങ്ങനെ സർട്ടിഫിക്കറ്റ് ഒക്കെ പിടിച്ചു. അപ്പൊ അങ്ങനെ. പക്ഷേ ഞാൻ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു സ്റ്റെപ്പായിരുന്നു ഇത്. ഈ ധ്യാനത്തിലെല്ലാം പങ്കെടുത്ത് ധ്യാനമൊക്കെ അതിന്റെ ഈ അനുഭവത്തിലൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഒരു അച്ഛനാകുക എന്നുള്ള, അച്ഛന്മാരുമായിട്ടുള്ള ബന്ധമൊക്കെ അതിനൊരു സ്വാധീനമായിട്ടുണ്ടായിരിക്കാം. അപ്പൊ അച്ഛൻ അങ്ങനെ സെമിനാരി ചേർന്നു. അത് മാത്രമല്ല, അപ്പം നമ്മുടെ കൂടെയുള്ള ഒരു ചെറുപ്പക്കാരൻ ഇറ്റലിയിൽ അച്ഛനാണ്. അത് മിഷണറീസ് ഓഫ് ഡിവൈൻ റിഡംഷൻ എന്ന് പറയപ്പെടുന്ന അച്ഛന്മാരുടെ ഗ്രൂപ്പിലാണത്. അപ്പൊ അവരുമായിട്ടുള്ള ബന്ധത്തിൽ എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പൊ ഇറ്റലി പോയി അച്ഛനാകുവാനുള്ള ഒരു സെലക്ഷനും കിട്ടി. അങ്ങനെ കൊല്ലത്ത് സെമിനാരിയിലെ പ്രാഥമിക പഠനത്തിന് ശേഷം കോട്ടയത്ത് കുറവിലങ്ങാടിനടുത്തുള്ള മണ്ണക്കനാട് എന്ന ഒരു ഗവൺമെന്റിൽ പോയി ഇറ്റാലിയൻ ഭാഷ പഠിക്കാൻ വേണ്ടി നിന്നു. ഇറ്റലി പോകണം. ഇറ്റലിയിൽ അടുത്ത ഹയർ സ്റ്റഡീസ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്ന, ഇവിടുത്തെ മൈനർ സെമിനാരിലെ പഠനം കഴിഞ്ഞു. അടുത്ത ഹയർ സ്റ്റഡീസ് മുഴുവൻ അതിന് ഇറ്റലിയിൽ എത്തണം. അപ്പൊ ഇറ്റലിയിൽ എത്തണമെന്നുണ്ടെങ്കിൽ ലോഹയിട്ടു ഒക്കെ വേണം ഇറ്റലിയിലേക്ക് കയറാൻ, ഫ്ലൈറ്റ് കയറാൻ. അതപ്പം അതിനു വേണ്ടെന്നുള്ള ഒരുക്കങ്ങളും ഭാഷാ പഠനവും പ്രാർത്ഥനയുമായി കോട്ടയത്തുള്ള ഗവൺമെന്റിൽ നിൽക്കാൻ തുടങ്ങി. അവിടുന്ന് കന്യാസ്ത്രീമാരാകാൻ പഠിക്കുന്ന പെൺകുട്ടികളോടൊപ്പം അവിടുത്തെ ഭവനങ്ങൾ വിസിറ്റ് ചെയ്യുകയും, ഞങ്ങൾ 5 പേര് ആണെന്ന് തോന്നുന്നു, ഞങ്ങൾ 5 പേരുണ്ട്. ഞങ്ങൾ അവിടെ പ്രാർത്ഥന നടക്കുകയും കുർബാനകളിൽ പങ്കെടുക്കുകയും വളരെ ആത്മാർത്ഥമായി അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശാസ്താംകോട്ടയിൽ ഇടയ്ക്ക് ലീവ് കിട്ടിയപ്പോൾ ഞാൻ വന്നു. ശാസ്താംകോട്ടയിൽ വന്ന സമയത്ത് കാണുന്നത് എന്റെ കൂടെ ജീസസ് യൂത്തിൽ ഉള്ള പലരും പെന്തക്കോസ്റ്റിൽ പോയി എന്ന ഒരു ന്യൂസാണ്. എനിക്കത് സഹിക്കാൻ പറ്റിയില്ല. നമ്മുടെ സഭ, ആദ്യം മുതലുള്ള സഭ, പാരമ്പര്യമുള്ള സഭ, പുരോഹിതന്മാരുള്ള സഭ, മാർപ്പാപ്പയുള്ള സഭ, ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ള സഭ, ഈ സഭ വിട്ട് ഇവര് പെന്തക്കോസ്റ്റിൽ പോകേണ്ട ആവശ്യം എന്താ? അച്ഛനെ പോയി കണ്ടു. അച്ഛൻ പറഞ്ഞു, ജോൺസ് അവരെ മടക്കി കൊണ്ടുവരണം. ഞാൻ കുറച്ചു പേരുമായിട്ടൊക്കെ ഒന്ന് സംസാരിച്ചു. തിരിച്ചു വീണ്ടും കോട്ടയത്തിന് പോയി. കോട്ടയത്ത് ചെന്ന് ഗവൺമെന്റിൽ നിന്ന സമയത്ത് വിസയുടെ ചെറിയൊരു പ്രശ്നം നേരിട്ടു. അപ്പൊ സിസ്റ്റർമാര് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, വീട്ടിൽ പോയിട്ട് ആ വിസയുടെ പേപ്പറുകൾ ശരിയായി വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് മടങ്ങിപ്പോകാം. അപ്പൊ അതിന്റെ ക്രമീകരണങ്ങളൊക്കെ നിങ്ങൾ ചെയ്തുകൊള്ളുന്നു. അങ്ങനെ വന്ന് ശാസ്താംകോട്ട വന്നപ്പം ഈ അച്ഛൻപട്ടത്തിന് പഠിക്കുന്നവരെ ബ്രദർമാരെന്നാണ് വിളിക്കുന്നത്. ബ്രദർ, ഇടവകയിലെ ആൾക്കാരെല്ലാം അങ്ങനെ വിളിക്കുന്നത്. അച്ഛൻ പറഞ്ഞു, ജോൺസ് ഒരു കാര്യം ചെയ്യും, ഈ കുറച്ച് സമയം ഉണ്ടല്ലോ, ഈ പോയവരെ എല്ലാം നമുക്ക് മടക്കി കൊണ്ടുവരണം. അവർ ഓരോരുത്തരെയും കണ്ട് അവരുമായിട്ട് സംസാരിക്കണം. ഓരോരുത്തരെയും കണ്ട് അവരുമായിട്ട് സംസാരിച്ച് അവരുടെ തെറ്റിദ്ധാരണകൾ മാറ്റണം. പെന്തക്കോസ്തുകാർ അവരെ തട്ടിക്കൊണ്ടുപോയിരിക്കുക. അവര് പറഞ്ഞു കൊടുത്ത ഒന്നും ശരിയല്ല. അപ്പൊ ജോൺസന് മാത്രമേ അവരെ ഒന്ന് മടക്കി കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞു, ഞാൻ മടക്കി കൊണ്ടുവരാം. ബൈബിൾ വായിക്കുന്ന ഒരു സ്വഭാവം എനിക്കുള്ളതുകൊണ്ട് ഞാൻ എന്റെ ബൈബിൾ നോക്കിയപ്പോൾ പല വാക്യങ്ങൾ ഇവരെ മടക്കി കൊണ്ടുവരാനുള്ള പല വാക്യങ്ങളും എനിക്ക് കിട്ടി. ഞാനങ്ങനെ ഓരോരുത്തരെയും പോയി കാണാൻ തുടങ്ങി. ഓരോരുത്തരോടും സംസാരിച്ചു. പക്ഷെ അവരൊക്കെ വളരെ സഹനത്തോടും ക്ഷമയോടും ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും എന്നോട് പറഞ്ഞു, ഇത് സത്യമാണ്, നമ്മളൊക്കെ കർത്താവിനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഒരു നാൾ ഇറങ്ങി തിരിച്ചവരല്ലേ. ജനത്തെ പാപത്തെക്കുറിച്ചും നമുക്ക് വേണ്ടി കർത്താവ് മരിച്ചതിനെ കുറിച്ചും കാൽവരി ക്രൂശിൽ കർത്താവിന്റെ യാഗത്താൽ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വന്നെന്നും ഇനി നാം പാപത്തിൽ ജീവിക്കേണ്ടവരല്ലെന്നും നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചവരല്ലേ. ജോൺസൺ അച്ഛനാകാൻ പോയി ഞങ്ങൾ ഇവിടെ നിന്നും ഞങ്ങള് വെറുതെ ഇതൊക്കെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പൊ ഈ ബൈബിൾ സത്യമാണെങ്കിൽ ഈ ബൈബിൾ അനുസരിച്ച് ജീവിക്കണ്ടേ?
ഞാൻ പറയും നമ്മൾ ബൈബിൾ അനുസരിച്ചല്ലേ ജീവിക്കുന്നത്. നിങ്ങൾ സ്നാനപ്പെട്ടെന്ന് കേട്ടല്ലോ, അതെന്താ? അപ്പൊ അവര് സ്നാനത്തെ കുറിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമ്മള് സ്നാനപ്പെട്ടവരല്ലേ, ജനിച്ചിട്ട് 7-ാം ദിവസമൊക്കെ നമ്മള് മാമോദിസ മുങ്ങിയവരല്ലേ. ഇത് അപ്പൊ അതിന്റെ ആവശ്യമുണ്ടോ നമുക്ക്? നേരെ എന്നോട് പറഞ്ഞു ബൈബിൾ വായിച്ചു നോക്കിക്കേ, ബൈബിൾ എന്താ സ്നാനത്തെ കുറിച്ച് എഴുതിയേക്കുന്നത്? ഞാൻ ചോദിച്ചത് എന്താ എഴുതിയേക്കുന്നത്? അത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടണമെന്നല്ല. അങ്ങനെ നമ്മൾ സ്നാനപ്പെട്ടില്ലേ? അങ്ങനല്ല. റോമാലേഖനം 6-ാം അധ്യായം വായിച്ചു നോക്കിക്കേ. ഞാൻ വീട്ടിൽ വന്നിരുന്നു, റോമാലേഖനം 6-ാം അധ്യായം വായിച്ചു. സത്യത്തെ എനിക്കൊന്നും മനസ്സിലായില്ല. മത്തായി സുവിശേഷം ഒരു കാര്യം തീരുമാനിച്ചു, ബൈബിളിൽ എവിടെല്ലാം സ്നാനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്നൊന്ന് സെർച്ച് ചെയ്യാം. ഓരോന്നും സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഒരുപാട് വാക്യങ്ങളൊക്കെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ ഇവരൊക്കെ ഇത്രയും തെറ്റിപ്പോയല്ലോ. പള്ളിയിൽ പോയിരുന്ന് സായന നേരത്തൊക്കെ ഞാൻ പ്രാർത്ഥിക്കും. പള്ളി താക്കോലെടുത്തിട്ട് അകത്ത് പോയിരുന്ന് പ്രാർത്ഥിക്കും. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു, കർത്താവേ ഇവരെല്ലാം മാതാവിനെ വിട്ടിട്ട് പോയി. സത്യത്തിൽ മാതാവ് ഇവിടെ എല്ലാം പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ ഒരുപാട് അടുത്ത് പ്രത്യക്ഷപ്പെട്ട ഫാത്തിമയിലും ലൂർദിലും ഒക്കെ പ്രത്യക്ഷപ്പെട്ടില്ലേ? ഞാൻ വളരെ നിഷ്കളങ്കതയോടെ പ്രാർത്ഥിച്ചു, മാതാവേ ഈ പെന്തക്കോസ്തുകാർക്കൊന്ന് പ്രത്യക്ഷപ്പെടണേ. അങ്ങനെയാണെങ്കിൽ അവർ വിശ്വസിക്കുമല്ലോ, നമ്മൾ തർക്കിക്കുകയോ വാദിക്കുകയോ ഒന്നും ആവശ്യമില്ലല്ലോ, ഒന്ന് പ്രത്യക്ഷപ്പെടണേ. ഞാൻ വളരെ ആത്മാർത്ഥതയോടെ, സത്യം ഞാൻ പറയട്ടെ, വളരെ ആത്മാർത്ഥതയോടെ ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചല്ല, പലപ്പോഴായി ഞാൻ പ്രാർത്ഥിച്ചു. അത് എന്റെ ഉള്ളിൽ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു ചിന്ത വരാൻ തുടങ്ങി. ഒരുപക്ഷെ സ്നാനം ശരിയാണോ? ഞാൻ പറഞ്ഞല്ലോ, ഈ ബൈബിളിലെ സ്നാനത്തെ കുറിച്ച് പറയുന്ന എല്ലാ ഭാഗങ്ങളും, അല്ലാതെ നമുക്കത് വെച്ച് നോക്കാനോ മറ്റു പുസ്തകങ്ങളൊന്നുമില്ല. ബൈബിൾ വായിച്ച് തന്നെ ഈ ഭാഗങ്ങൾ കണ്ടുപിടിച്ചു. POC ബൈബിൾ, കത്തോലിക്ക ബൈബിൾ വായിച്ച് തന്നെ ഈ ഭാഗങ്ങൾ കണ്ടുപിടിച്ചെല്ലാം കണ്ടു കഴിഞ്ഞു. നമ്മുടെ ഒരു സ്നേഹിതൻ ഒരു ദിവസം പറഞ്ഞു, വാ നമുക്ക് ഇന്നടത്ത് പോകാം, അവിടെ ഒരു പ്രവാചികയുണ്ട്, ആ പ്രവാചിക എന്ത് പറയുമെന്നൊക്കെ നമുക്ക് കേൾക്കാം. ഞങ്ങൾ 2-3 സഹോദരന്മാർ ഒരുമിച്ച് ഈ പ്രവാചിയെ കാണാൻ പോയി. എനിക്ക് പൊതുവെ ഇഷ്ടമല്ല, ഞാൻ ഒരു അച്ഛനാകാൻ പോകുന്ന ഒരാളല്ലേ. അപ്പൊ ഈ പെന്തക്കോസ്ത് പാസ്റ്റർമാരെയോ പ്രവാചകന്മാരെയോ ഒന്നും കാണുന്നത്, പ്രവാചികമാരെയോ ഒന്നും കാണുന്നത് ഇഷ്ടമല്ല. എങ്കിലും കുറച്ച് ദൂരെ ആയതുകൊണ്ട് ആരും അറിയത്തില്ലല്ലോ എന്നുള്ള ചിന്തയിൽ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഈ സഹോദരി കയറിയ പാട് പറഞ്ഞത്, ബ്രദറെ സ്നാനപ്പെടണം. ഞാൻ പറഞ്ഞു, എങ്ങനെ, എന്തോ ഒന്നുകൂടെ പറഞ്ഞേ? ബ്രദറെ സ്നാനപ്പെടണം. ഞാൻ പറഞ്ഞു, ഞാൻ സ്നാനപ്പെട്ടതാണ്. 7-ാം ദിവസം എന്റെ അമ്മയും അപ്പനും, ഞങ്ങൾക്കൊരു ജ്ഞാനപിതാവുണ്ട്, ജ്ഞാനമാതാവുണ്ട്, ഇത്രയും പേരെ ഇവിടെ കൂട്ടിക്കൊണ്ടുപോയി ഞങ്ങൾ സ്നാനപ്പെട്ടതാണ്. അതല്ല, ദൈവവചനം പറയുന്ന പോലെ സ്നാനപ്പെടണം. ബോധ്യം വന്നിട്ട്, ബ്രദറിന് ബോധ്യമായില്ല ബ്രദർ പാവിയാണെന്ന്. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും. ബ്രദർ ഇന്ന് മരിച്ച സ്വർഗത്ത് പോകുമോ? ഞാൻ പറഞ്ഞു, എനിക്ക് ഉറപ്പില്ല, എന്റെ ജീവിതത്തിൽ എനിക്ക് ഉറപ്പില്ല. അപ്പൊ പറഞ്ഞ, എനിക്ക് ഉറപ്പുണ്ട്, ഇന്ന് മരിച്ചാൽ ഞാൻ സ്വർഗത്ത് പോകുന്നു. ഞാൻ പറഞ്ഞു, അങ്ങനെ ആർക്കും ഉറപ്പിക്കാൻ പറ്റും? ആർക്കെങ്കിലും ഉറപ്പിക്കാൻ പറ്റും? ഈ സഹോദരിയോട് പറഞ്ഞു, ഉറപ്പിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ, സഹോദരിയെ ഇപ്പൊ പോകത്തില്ലെന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്റെ ജീവിതത്തിൽ എനിക്ക് ഉറപ്പില്ല. കാരണം ഞാൻ അതിനുവേണ്ടിയാണ് പള്ളിയിൽ പോകുന്നുണ്ട്, കുർബാന സ്വീകരിക്കുന്നുണ്ട്, കുമ്പസാരിക്കുന്നുണ്ട്, എല്ലാ കാര്യവും ചെയ്യുന്നുണ്ട്, കുരിശിന്റെ വഴി നടത്തുന്നുണ്ട്. ആ സമയത്ത് ഈ ദുഃഖവെള്ളിയാഴ്ചയോടൊക്കെ അടുപ്പിച്ചുള്ള സമയങ്ങളാണ്. അന്നേരം എന്നോട് പറഞ്ഞു, അത് പോരാ, ദൈവവചനം അനുസരിക്കണം. പാപിയാണെന്ന് ബോധ്യം വന്ന് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് വെള്ളത്തിൽ മുങ്ങി യേശു സ്നാനപ്പെട്ടതുപോലെ, അപ്പോസ്തലന്മാർ സ്നാനപ്പെട്ടതുപോലെ, മറ്റുള്ളവർ സ്നാനപ്പെട്ടതുപോലെ സ്നാനപ്പെടണം. അത് പറയാൻ എന്റെ ഹൃദയത്തിൽ ദൈവം എനിക്ക് പ്രേരണ തരുന്നു. ആ സഹോദരിയോട് പറഞ്ഞ്, സിസ്റ്റർ പറയുന്നത് ഞാൻ എതിർക്കുന്നില്ല. ഇതുവരെ ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും ഞങ്ങളെ കരം പിടിച്ച് നടത്തിയ ഒരു കർത്താവുണ്ട്. ഓരോ അവസരങ്ങളിലും ഞങ്ങളെ റൂട്ട് മാറ്റിക്കൊണ്ടുവന്ന ഒരു കർത്താവുണ്ട്. ഓരോ സാഹചര്യങ്ങളിലും ഞങ്ങളെ ബുദ്ധി ഉപദേശിച്ച ഒരു കർത്താവുണ്ട്. ഒരു കാര്യം ഞങ്ങൾക്കറിയാം, സ്നാനപ്പെടണമെന്നുള്ളത്, വെള്ളത്തിൽ ഇറങ്ങി മുങ്ങി സ്നാനപ്പെടണമെന്നുള്ളത് ദൈവവചനത്തിന്റെ വ്യവസ്ഥയാണെങ്കിൽ, അങ്ങനെ ചെയ്തേ പറ്റുമെങ്കിൽ കർത്താവ് ഞങ്ങളെ കരം പിടിച്ച് വെള്ളത്തിലിറക്കി സ്നാനപ്പെടുത്തും. അപ്പൊ ഈ സഹോദരി പറഞ്ഞു, അങ്ങനൊന്നും ആരെയും കർത്താവ് ചെയ്യത്തില്ല, അങ്ങനെ ചെയ്തില്ല, ഞങ്ങൾ പറയുന്നത് കേട്ട് സ്നാനപ്പെട്ടോളാം. ഞങ്ങൾ പറഞ്ഞു, അങ്ങനാണെങ്കിൽ ഈ ജന്മത്ത് സ്നാനം നടക്കാനും പോകുന്നില്ല. കർത്താവ് എന്തു പറയുന്നു
അതനുസരിച്ച് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. നാളുകൾ അങ്ങനെ പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഈ ജീസസ് യൂത്ത് ഒക്കെ ആരംഭിച്ച സമയത്ത് ഞാൻ ഈ സെമിനാരി പോകുന്നതിന് മുമ്പ് ഈ ജേക്കബ് സാറിന്റെ ഭവനത്തിൽ ഒരു ബ്രദർ വരുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് പൊന്നൻ എന്നാണ്, ഞങ്ങൾ വിളിക്കുന്ന പൊന്നൻ ബ്രദർ. അതേ ആലപ്പുഴക്കാരനാണ്. ജേക്കബ് സാർ അവിടെ വെച്ച് പരിചയപ്പെട്ട ദൈവദാസനാണ്. കയ്യിൽ ഒരാൾ പെന്തക്കോസ്തുകാരനാണോ കത്തോലിക്കനാണെന്നോ മനസ്സിലാക്കുന്നത് കയ്യിലിരിക്കുന്ന ബൈബിൾ നോക്കിയ. അദ്ദേഹത്തെ നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന POC ബൈബിളാണ്. അതുമായിട്ട് അദ്ദേഹം വളരെ നാളുകൾ വരികയും പ്രസംഗിക്കുകയും പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ എല്ലാം വീടുകളിൽ അദ്ദേഹത്തിന് നല്ല സ്വാഗതം ഉണ്ടായിരുന്നു. ഞാൻ സെമിനാരി പോകുന്നെന്ന് പറയുമ്പോൾ അദ്ദേഹം അതിനുവേണ്ടി വന്ന് പ്രാർത്ഥിച്ചു. എന്നെ കാണാൻ വേണ്ടി മാത്രം വന്നിട്ട് എന്റെ വീട്ടിൽ വന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. സെമിനാരി പോകുന്നതിന് മുമ്പ് ദൈവഹിതമാണെങ്കിൽ ജോൺസൺ സെമിനാരി പോകട്ടെ, അല്ലെങ്കിൽ കർത്താവെ മടക്കിക്കൊണ്ടുവന്ന് ദൈവത്തിന് ജോൺസനെ കുറിച്ചുള്ള പദ്ധതി നിറവേറ്റണമേ എന്നെല്ലാം പറഞ്ഞ് അദ്ദേഹം പ്രാർത്ഥിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അദ്ദേഹം ഇന്ന് നിത്യതയിലാണ്. അദ്ദേഹം പ്രാർത്ഥിച്ച് ഓർക്കുന്നു. ഞങ്ങളുടെ പള്ളിയിൽ വെച്ച് ഞങ്ങൾ ഒരു ധ്യാനം നടത്തിയപ്പോൾ ആ ധ്യാനത്തിന്റെ മെയിൻ പ്രാസംഗികനായിട്ട് ഞങ്ങൾ വിളിച്ചത് ഈ പൊന്നം ബ്രദറിനെയും കൂടെയുള്ള 1-2 സഹോദരന്മാരെയുമാണ്. അപ്പം അതുകൊണ്ട് അദ്ദേഹം ഒരു കത്തോലിക്കനാണെന്നുള്ള ബോധ്യം ഉള്ളത് കൊണ്ടും അദ്ദേഹത്തിന്റെ അടുത്ത് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ പ്രശ്നത്തിൽ ഞങ്ങളുടെ കൂടെയുള്ള ജീസസ് യൂത്തിലെ പല ചെറുപ്പക്കാരും ഇങ്ങനെ സ്നാനപ്പെടുകയും പെന്തക്കോസ്തിലേക്ക് പോവുകയും ചെയ്ത സാഹചര്യത്തിൽ അത് തെറ്റാണെന്ന് ആധികാരികമായി പറയേണ്ടത് ഈ പൊന്നം ബ്രദറാണ്. കാരണം ഞങ്ങളെ വചനം പഠിപ്പിക്കുന്നതും ഞങ്ങൾക്ക് ഈ വചനത്തിന്റെ മധുരിമ മനസ്സിലാക്കി തന്നതും അദ്ദേഹം പ്രസംഗിക്കുന്ന പോലെ ഞങ്ങൾ പ്രസംഗിക്കാൻ ആക്ഷൻ കാണിക്കുന്നതൊക്കെ ഞങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായത്തിന് ചെവി കൊടുക്കാന്നുള്ള തരത്തിൽ പഴയ ജീസസ് യൂത്തുകാരെ എല്ലാം വിളിച്ചു കൂട്ടി. കുറെ പേര് പിന്മാറിപ്പോയി, കുറെ പേര് പെന്തക്കോസ്തിലായി. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ ശാസ്താംകോട്ടയിലേക്ക് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തു. ജേക്കബ് സാറിന്റെ ഭവനത്തിൽ വെച്ച് ഞങ്ങൾ മീറ്റിംഗ് നടത്തി. ആ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നടക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല പൊന്നം ബ്രദറെ, സ്നാനം ശരിയാണ്, ബ്രദറിന്റെ അഭിപ്രായം എന്താ? അത് എന്നോട് ചോദിച്ചു, ജോൺസൺ എന്ത് തോന്നുന്നു? ഞാൻ പറഞ്ഞു, എനിക്കത് ശരിയാണെന്ന് തോന്നുന്നില്ല. അങ്ങനെയാണ് ജോൺസന് തോന്നുന്നത്. ഞാൻ പറഞ്ഞു, എനിക്ക് തോന്നുന്നത് അങ്ങനെ. നമുക്ക് പ്രാർത്ഥിക്കാം ബ്രദറെ, അല്ലാതെ എന്ത് പറയാനാ? അവർക്ക് അങ്ങനെ തോന്നിയെങ്കിൽ അവർ സ്നാനപ്പെട്ടു. ജോൺസന് തോന്നുന്നില്ല, ശരിയാന്ന് തോന്നുന്നില്ല, തീർന്നില്ല, പ്രശ്നം കഴിഞ്ഞില്ലേ? പക്ഷെ സ്നേഹമല്ലേ വലുത്, സ്നേഹമല്ലേ വലുത്. നമ്മുടെ സ്നേഹങ്ങളെ എന്തിനാ അവരുമായിട്ട്? അവര് സ്നാനപ്പെടുകയോ ഒക്കെ അവര് തെറ്റിലൊന്നും പോയില്ലല്ലോ ജോൺസൺ ബ്രദർ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ശരി, അവര് തെറ്റൊന്നും പോയില്ല. നമ്മുടെ അച്ഛൻ എന്നോട് പറഞ്ഞിരിക്കും അവരെ മടക്കി കൊണ്ടുവരണമെന്ന്. അത് അച്ഛൻ അങ്ങനെ പറയത്തുള്ളൂ. ജോൺസൺ അത് കാര്യമൊന്നും ആക്കണ്ട. അന്നത്തെ മീറ്റിംഗ് അടുത്ത ഈ മീറ്റിംഗ് നടക്കുകയാണ്. ഈ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അത് എല്ലാവരും വന്നിട്ടുണ്ട്. സ്നാനപ്പെട്ടവരുണ്ട്, സ്നാനപ്പെടാത്തവരുണ്ട്, ഞങ്ങളെ കൂടി ഇത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്. അങ്ങനെ അവർ എല്ലാവരും കൂടിയിട്ടുണ്ട്. അന്ന് ഉച്ചയ്ക്ക് ഈ അദ്ദേഹം മെസ്സേജ് എല്ലാം കഴിഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് എല്ലാവരും കണ്ണടച്ചിരുന്നു. കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്റെ ചെവിയിൽ ഒരാൾ വന്ന് പറയുകയാണ്, നീ ഇത്രയൊക്കെ വചനം വായിച്ചില്ലേ, സ്നാനത്തെ കുറിച്ച് നീ മനസ്സിലാക്കിയില്ലേ, ഇത്രയും മനസ്സിലായില്ലേ, ഇന്ന് നീ സ്നാനപ്പെടണം. ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്നു നോക്കി. കാരണം ഞങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ട്, ഈ നമ്മൾ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ പാസ്റ്റർമാർ വന്ന് ചെവിയിൽ എന്തൊക്കെയോ പറയുമെന്ന്. ഇദ്ദേഹം പറഞ്ഞതായിരിക്കും, ഈ പൊന്നം ബ്രദർ പറഞ്ഞതാണോ? പക്ഷെ അദ്ദേഹത്തിന്റെ സ്വരം അല്ല കേട്ടത്. എന്റെ അടുത്ത് ആരുമില്ല. ഞാൻ വീണ്ടും കണ്ണടച്ചു. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ, അത് ദൈവസ്വരമാണെങ്കിൽ എന്നോട് സംസാരിക്കണമേ. അതേ സ്വരം എന്റെ ചെവിയിൽ വീണ്ടും കേട്ടു, നീ ഇന്ന് സ്നാനപ്പെടണം. ഞാൻ വീണ്ടും കണ്ണു തുറന്നു, ചുറ്റും നോക്കി, ആരെയും കണ്ടില്ല. എനിക്ക് ഭയമായി. ഭയം നേരിട്ടിട്ട് ഞാൻ വീണ്ടും കണ്ണടച്ചു. കർത്താവേ, നീ ആണെങ്കിൽ എന്നോട് ഒരിക്കലും കൂടെ സംസാരിക്കണം. വീണ്ടും ആ ഇമ്പസ്വരം എന്റെ ചെവിയിലെത്തി, നീ ഇന്ന് സ്നാനപ്പെടണം. ഞാൻ വളരെ വല്ലാത്ത ഒരു അവസ്ഥയിലെത്തി. എനിക്ക് ഈ അന്ന് കറക്റ്റ് ദിവസം പറയുകയാണെങ്കിൽ 1995 ഒക്ടോബർ മാസം 14 തീയതി. ഞാൻ എൻ്റെ സ്നേഹിതനോട്, അനിൽ സഹോദരനോട്
ഞാൻ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു, ബ്രദറെ, ഞാൻ ഇങ്ങനെ ഒരു സ്വരം കേട്ടു. എന്നോട് ഒരാൾ വന്ന് പറഞ്ഞു, ഒന്നല്ല രണ്ടല്ല 3 പ്രാവശ്യം പറഞ്ഞു, നീ ഇന്ന് സ്നാനപ്പെടണമെന്ന്. അദ്ദേഹം എന്നെ നോക്കിയിട്ട് പറയാ, ബ്രദറെ, ഞാനും കേട്ടു, എന്നോട് പറഞ്ഞു നീ ഇന്ന് സ്നാനപ്പെടണം. പ്രിയപ്പെട്ടവരെ, എന്റെ സാക്ഷ്യം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അന്ന് പരിശുദ്ധാത്മാവ് 7 പേരോട് സംസാരിച്ചു. കത്തോലിക്ക വിശ്വാസത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിരുന്ന, കത്തോലിക്ക വിശ്വാസമാണ് ശരിയെന്നും ആ വിശ്വാസത്തിൽ ജീവിക്കണമെന്നും ആഗ്രഹിച്ചിരുന്ന ഞങ്ങളുടെ 7 പേരുടെ ഉള്ളിൽ അന്ന് പരിശുദ്ധാത്മാവ് സംസാരിച്ചു. ഞങ്ങളുടെ ചെവികളിൽ സംസാരിച്ചു. ഞങ്ങൾ പറഞ്ഞതുപോലെ കർത്താവ് ചെയ്തു. സ്നാനം ശരിയാണെങ്കിൽ, വെള്ളത്തിൽ ഇറങ്ങി മുങ്ങി സ്നാനപ്പെടണമെന്ന് ദൈവഹിതമാണെങ്കിൽ ദൈവം ഞങ്ങളോട് സംസാരിക്കണം, ഞങ്ങളെ കാരം പിടിച്ചറക്കണം. അങ്ങനെ 1995 ഒക്ടോബർ മാസം 14-ാം തീയതി മിഡ്നൈറ്റിൽ ശാസ്താംകോട്ട ക്ഷേത്രത്തിന് താഴെയുള്ള ആ കായലിൽ വെച്ച് ഞങ്ങൾ 7 പേരെ പൊന്നം ബ്രദർ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തി. അന്ന് ഞങ്ങൾ കർത്താവിന്റെ മകൻ എന്ന പദവിയിലും കർത്താവിനെ ധരിക്കുന്ന അനുഭവത്തിലും ഒക്കെ എത്തിച്ചു. ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘട്ടമായി അത് മാറി. എന്നെ കേൾക്കുമ്പോൾ ഞാൻ ഒരു കാര്യം അതിനിടയ്ക്ക് പറഞ്ഞുകൊള്ളട്ടെ. നമ്മുടെ ദൈവം നമ്മളോട് സംസാരിക്കും. വായുണ്ടെങ്കിലും സംസാരിക്കാത്ത, കണ്ണുണ്ടെങ്കിലും കാണാത്ത, ചെവി ഉണ്ടെങ്കിലും കേൾക്കാത്ത ഒരു യേശു അല്ല. നമ്മളെ കാണുന്ന, നമ്മളെ കേൾക്കുന്ന, നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹവും ഇഷ്ടവും അറിയുന്ന ഒരു നല്ല കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു. ജീവിതത്തിൽ അതൊരു വലിയൊരു വഴിത്തിരിവായിരുന്നു. പിറ്റേന്ന്, അന്ന് ശനിയാഴ്ച, പിറ്റേന്ന് ഞായറാഴ്ച ജഗസാറിന്റെ വീട്ടിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി. ഞങ്ങൾ പ്രാർത്ഥിച്ചു, ആരാധിച്ചു. പെന്തക്കോസ്ത് കൂട്ടായ്മ എന്തെന്നറിയത്തില്ല, അല്ലെങ്കിൽ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയത്തില്ല, എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ഈ പൊന്നം ബ്രദർ മടങ്ങിപ്പോവുകയും ചെയ്തു. അദ്ദേഹത്തിന് സൺഡേ വീട്ടിൽ മീറ്റിംഗ് ഉണ്ട്. അദ്ദേഹം ഒരു പെന്തക്കോസ്ത് പാസ്റ്റർ ആണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു. വളരെ പരിജ്ഞാനത്തോടും വളരെ പക്വതയോടും വളരെ ക്ഷമയോടും, ക്ഷമ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ദീർഘക്ഷമയോടും ഞങ്ങളെയൊക്കെ സഹിച്ച് ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് തന്മയത്വത്തോടെ ഉത്തരം പറഞ്ഞ് ഒരിക്കൽ പോലും ഒരു സംശയം ജനിപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കാതെ അദ്ദേഹം ഞങ്ങളെ ഈ കൃപയിലേക്ക് വഴി നടത്തി. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരിക്കൽ പോലും ഞങ്ങളെ ക്ഷണിച്ചില്ല. കാരണം അദ്ദേഹത്തിന് 3 പെൺമക്കളുണ്ട്, ഭാര്യയുണ്ട്, കുടുംബമുണ്ട്. ഞങ്ങൾ അവിടെ ചെന്നാൽ അവർക്ക് ആഹാരമില്ലെന്ന് കാണുമ്പോൾ ഞങ്ങളുടെ മനസ്സ് മാറും. ഇതേ ഒരു പെന്തക്കോസ്തുകാരനാണെന്ന് ഞങ്ങൾ തിരിച്ചറിയും. അദ്ദേഹത്തെ ദൈവം ശക്തമായി ശാസ്താംകോട്ടയുടെ ഒരു അപ്പോസ്തലനായി ഉപയോഗിച്ചു. ഇന്ന് അദ്ദേഹം നിത്യതയിൽ വിശ്രമിക്കുന്നു. അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കടന്നു. പ്രതികൂലങ്ങളും തടസ്സങ്ങളും എതിരുകളും അപമാനവും സങ്കടവും. അച്ഛനാവുമെന്ന് പ്രതീക്ഷിച്ച ഒരാള് ഒരു സുപ്രഭാതത്തിൽ ഒരു പെന്തക്കോസ്തുകാരനായ ഉണ്ടാകുന്ന തിക്താനുഭവങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അനുഭവിച്ചു. ഒന്നിനു പുറകെ പല ദിവസങ്ങളിലും ഭക്ഷണം കഴിക്കാത്ത ദിവസങ്ങളുണ്ടായിരുന്നു. ഒരു ദിവസം എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല, അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് അറിയത്തില്ല. ജീവിതത്തിലെ പ്രതീക്ഷയും ആയിരുന്ന അച്ഛൻ പട്ടത്തിന് ഇനി പോകാൻ പറ്റത്തില്ല, ഇനി ഇറ്റലിക്ക് കയറാൻ പറ്റത്തില്ല, എല്ലാം അവസാനിച്ചു. കർത്താവേ, നീ എന്നോട് സംസാരിച്ച ദൈവമാണ്, നീ എന്നോട് ഇടപെട്ട ദൈവമാണ്, നീ എന്നോട് സ്നാനപ്പെടാൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ സ്നാനപ്പെട്ടെ. അടുത്ത സ്റ്റെപ്പ് എനിക്ക് എന്താണെന്ന് അറിയില്ല. ഞാനങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കൊണ്ട് ഒരു മനുഷ്യൻ വരുന്നു. ജോൺ സാർ, എന്തുകൊണ്ട് വിശേഷം? ഞാൻ പറഞ്ഞു, വിശേഷം പ്രത്യേകിച്ചൊന്നുമില്ല, സാർ അറിഞ്ഞാണല്ലോ, അതേ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. ഓക്കെ, ഞാൻ അറിഞ്ഞു. ഇനി നീ സെമിനാരി പോകുന്നില്ലേ? ഞാൻ പറഞ്ഞു, പോകുന്നില്ല. അപ്പൊ ഇനി എന്താ നിന്റെ പ്ലാൻ? ഞാൻ പറഞ്ഞു, പ്രത്യേകിച്ച് എനിക്കൊന്നും പ്ലാനൊന്നുമില്ല. എന്നാലേ എൻ്റെ മകനുണ്ട്, എൻ്റെ മകന് ട്യൂഷൻ എടുക്കാം. ഞാൻ ഞെട്ടിപ്പോയി. കാരണം ട്യൂഷൻ എന്ന് എന്താന്ന് പോലും നമുക്ക് അറിയുന്നില്ല. എൻ്റെ സഹോദരിയൊക്കെ ട്യൂഷൻ എടുക്കുന്ന വരുവാ. ഞാൻ പറഞ്ഞു, ഞാൻ എടുക്കാം. എന്ന് വരണം? ഇന്ന് വരണം. ഞാൻ പറഞ്ഞു, ഇന്ന് എപ്പം? ഇന്ന് 4 മണിക്ക് അവൻ സ്കൂൾ വിട്ട് വീട്ടിൽ വരുമ്പം ആൽബർട്ടിന് വന്ന് ക്ലാസ് എടുക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ വരാം. ഞാൻ വൈകുന്നേരമായി കുളിച്ച് 4:30 ആയപ്പം അവരെ വീട്ടിൽ ചെന്നു, ട്യൂഷൻ ഇരുത്തി എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നോട് പറഞ്ഞു, ജോൺസൺ മെയിനായിട്ട് ചെയ്യേണ്ടത് ഇവനെ ഒന്ന്
നല്ലൊരു കുട്ടിയാക്കി എനിക്ക് തരണം. ഇവൻ പറഞ്ഞനുസരിക്കുന്നില്ല. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിന്റെ കഥയാ. പറഞ്ഞനുസരിക്കുന്നില്ല. അവനെ ഒരു നല്ല മോനാക്കി കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ നൽകി അവനെ ഒന്ന് ശരിയാക്കി തരണം. അതാ പ്രധാനം. ഞാൻ പറയാം. എന്നിട്ട് അവന്റെ കയ്യിൽ ഒരു പൈസ കൊടുത്തിട്ട് പറഞ്ഞു, നീ സാറിന് കൊടുക്കണം, ഇനി തൊട്ട് സാറ് നിനക്ക് വന്ന് ക്ലാസ് എടുക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്തും ജോലി ചെയ്യണമെന്നറിയാതെ കയ്യിൽ 5 പൈസ ഇല്ലാതെ ഇരുന്ന എനിക്ക് അന്ന് എന്റെ 250 രൂപയാണ്. അന്ന് ട്യൂഷൻ എടുക്കുന്നത് 100 രൂപയാണ് ഏറ്റവും കൂടിയ ഫീസ്. ഈ സാറ് 250 രൂപ മകന്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, സാറിന് കൊടുക്കാൻ. ഞാൻ ചോദിച്ചത് എന്താ? ഇത് അഡ്മിഷൻ ഫീസ്. അന്നത്തെ സംഭവം അനുസരിച്ച് എനിക്ക് ഒരാഴ്ച മുഴുവൻ നല്ല ഭക്ഷണം കഴിക്കാനുള്ള പൈസ സ്വർഗത്തിലെ ദൈവം എന്റെ കയ്യിൽ തന്നു. അവൻ ആർക്കും കടക്കാരനല്ല. ഞാൻ പലയിടത്തും ട്യൂഷൻ എടുക്കാൻ തുടങ്ങി. ഹോം ട്യൂഷൻ തുടങ്ങി. ഞങ്ങൾ തുടങ്ങി ഒരു ക്രിസ്തു ഭവൻ എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടാകും. അവിടെ ട്യൂഷൻ സെന്റർ ആരംഭിച്ചു. അങ്ങനെ ട്യൂഷൻ മേഖലയിൽ നന്നായി ശോഭിക്കാൻ തുടങ്ങി. എവിടെ വന്നാലും ട്യൂഷൻ, വീടുകളിലൊക്കെ വിളിച്ച് രാവിലെ ആരംഭിക്കുന്ന ട്യൂഷൻ, രാത്രി വരെ നീണ്ടു നിൽക്കുന്ന ട്യൂഷനുകൾ കഴിഞ്ഞിട്ട് ഈ സാറിന്റെ ഭവനത്തിൽ വന്ന്, ജേക്കബ് സാറിന്റെ ഭവനത്തിൽ വന്ന് വചനം പഠിക്കുക, വചനം ചെക്ക് ചെയ്യുക, പരിശോധിക്കുക, അതിന്റെ അർത്ഥം ഗ്രഹിക്കുക. അങ്ങനെ ഒരു ബൈബിൾ കോളേജിനേക്കാൾ അപ്പുറമായി ഞങ്ങൾ വചനം പഠിക്കാൻ. എന്നിട്ട് സാറ് മറ്റ് പല ഗ്രന്ഥങ്ങളും മറ്റ് സ്റ്റഡി ബൈബിളുകളൊക്കെ സംഘടിപ്പിക്കും. ഞങ്ങളിരുന്ന് അതിലൊക്കെ പറയുന്നതൊക്കെ പരിശോധിക്കും. ഇതെങ്ങനെയാണെന്ന് നോക്കും. ഒന്നായി വചനം പഠിക്കാൻ തുടങ്ങി. രാവിലെ മുഴുവൻ ക്ലാസ്, വൈകുന്നേരം രാത്രി ഇരുട്ടുന്നത് വരെ ഇങ്ങനെയുള്ള അനുഭവം. രാത്രി 10 11 മണി വരെ ബൈബിൾ പഠനം. അങ്ങനെ വളരെ സന്തോഷത്തോടെ എല്ലാ ഞായറാഴ്ചകളിലും ഞങ്ങളുടെ നാട്ടിലിറങ്ങി ട്രാക്റ്റുകൾ വിതരണം ചെയ്യുക, ആശുപത്രിയിൽ പോയി മീറ്റിങ്ങുകൾ നടത്തുക, എവിടൊക്കെയോ സ്ഥലങ്ങൾ ക്രമീകരിച്ച് അവിടെ എല്ലാം പോയി ഭവന സന്ദർശനങ്ങൾ നടത്തുക. ഈ കർത്താവിനെ ഞങ്ങളുടെ ആഗ്രഹം, യേശുവിനെ അറിയണം മറ്റുള്ളവർ. യേശു ഒരു മതസ്ഥാപകനല്ല. യേശു ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ കുത്തക അവകാശമല്ല. സർവ മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടി ജാതി, മതം, വർഗ, വർണ്ണ വ്യത്യാസമെന്നേ, രാഷ്ട്രീയ വ്യത്യാസമെന്നേ, സകലരെയും യേശു സ്നേഹിക്കുന്നു എന്നുള്ള സദ്വാർത്ത ഞങ്ങളെല്ലാവരെയും അറിയിക്കാൻ തുടങ്ങി. ട്യൂഷനുകൾ വളരെ അനുഗ്രഹത്തോടെ മുന്നോട്ട് പോയി. ഒരു വീട്ടിൽ നിന്ന് ഒരു വീട്, മറ്റൊരു വീട്ടിൽ, അങ്ങനെ ഹോം ട്യൂഷനുകൾ ഇഷ്ടംപോലെ ലഭിച്ചു. ആ കുട്ടികളൊക്കെ ഇന്ന് നല്ല നിലയിലായിരിക്കുന്ന കുട്ടികളെ എനിക്കറിയാം. അമേരിക്ക എന്ന സമയത്താണ് 1998 റെയ്നാൾഡ് ബോങ്കെ എന്ന ദൈവാസൻ എറണാകുളത്ത് വരുന്നത്. അധികം പെന്റക്കോസ്റ്റ് മീറ്റിങ്ങുകളൊന്നും ഞാൻ പങ്കെടുത്തിട്ടില്ല, എനിക്ക് അറിയത്തില്ല, അങ്ങനെ ബന്ധമൊന്നുമില്ല. ഞങ്ങള് ആ ഒരു കൂട്ടായ്മയെ ഇടയ്ക്കിടയ്ക്ക് ദൈവാസന്മാർ വരും. കാസർഗോഡ് ജില്ലയിലുള്ള മിഷണറി പ്രവർത്തനങ്ങൾ നടത്തുന്ന പാസ്റ്റർ മോഹൻ പി ഡേവിഡ്, അദ്ദേഹത്തിന്റെ കൂടെയുള്ള ദൈവദാസന്മാര്, അവര് വരികയും ബൈബിൾ ക്ലാസ് എടുക്കുകയും പ്രാർത്ഥനകൾ നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. ആലപ്പുഴ പൊന്നമ്പ്രതിന്റെ നേതൃത്വത്തിൽ അവിടെയുള്ള മീറ്റിങ്ങുകളിൽ മാസത്തിൽ ഒരുമിച്ചുള്ള മീറ്റിംഗ്, അതിൽ ഈ മോഹൻ പി ഡേവിഡ് പാസ്റ്ററും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ദൈവദാസന്മാരും വരികയും ക്ലാസ് എടുക്കുകയും വളരെ സന്തോഷമായിട്ട് അങ്ങനെ പോവുകയാണ്. ഇരിക്കുമ്പോൾ 1998 റെയ്നാൾഡ് ബോങ്കെ എന്ന ദൈവഭൃത്യൻ എറണാകുളത്ത് വരുന്നത്. പത്രങ്ങളിലൊക്കെ ന്യൂസ് എല്ലാം കണ്ടു കഴിഞ്ഞപ്പം ഭയങ്കര ആഗ്രഹം, അദ്ദേഹത്തെ ഒന്ന് കാണാം. ലോകത്ത് ദൈവം ഉപയോഗിക്കുന്ന ഒരു ദൈവാസനല്ലേ, അദ്ദേഹത്തെ ഒന്ന് കാണാം. ആ ഒരു 3 ദിവസമോ 4 ദിവസമോ കണ്ടാണത്. അപ്പം എല്ലാം ക്രമീകരിച്ച് ട്യൂഷനൊക്കെ നിർത്തിവെച്ച് ശാസ്താംകോട്ടയിൽ നിന്ന് ആ മീറ്റിങ്ങിന് പോയി. ആ മീറ്റിങ്ങിന് ചെന്ന് അതിൽ പങ്കെടുത്തു. പവർ കോൺഫറൻസ് ഉണ്ട്. ആദ്യമായിട്ട് ഇതൊക്കെ പല പാട്ടുകളും കേൾക്കുമ്പോൾ അതിശയമാണ്. കാരണം നമുക്ക് ഈ പാട്ടൊന്നും അറിയത്തില്ല. കാരണം ആ കത്തോലിക്ക അവസ്ഥയിൽ നമുക്കറിയത്തുള്ളൂ. അതിനപ്പുറമായ ഒന്നുപോലും നമുക്കറിയത്തില്ല. അവിടെ പാടുന്ന പല പാട്ടുകളും, എന്റെ യേശു എനിക്ക് നല്ലവൻ, അവനിൽ നിന്നും മതിയായവൻ, അതൊക്കെ എത്ര ഹൃദ്യമായി പാടുന്നു, അനുഭവിക്കുന്ന ആ ഹൃദ്യമായ അനുഭവങ്ങൾ, ആ പരിശുദ്ധാത്മാവിന്റെ ചലനം ആ പന്തൽ അനുഭവിക്കുന്നത്, ആ ദൈവദാസന്മാരുടെ മെസ്സേജുകൾ ഓരോന്നും ഞങ്ങളുടെ ജീവിതത്തെ ഇങ്ങനെ രൂപാന്തരപ്പെടുത്തുകയും സന്തോഷിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പവർ കോൺഫറൻസിൽ അദ്ദേഹം പറയുന്ന ഓരോ മെസ്സേജുകളും ഇങ്ങനെ ഹൃദയത്തെ സ്പർശിച്ചുകൊണ്ടേയിരുന്നു. ജീവിതത്തിൽ ഒരു വലിയ ആദ്യത്തെ അനുഭവം ഇതൊക്കെ. പല മീറ്റിങ്ങുകളും നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത്. അങ്ങനെ പവർ കോൺഫറൻസിന്റെ ലാസ്റ്റ് ഡേ അവിടെ വന്ന എല്ലാവർക്കും വേണ്ടി ദേവദാസന്മാർ പ്രാർത്ഥിക്കുന്നെന്ന് അനൗൺസ്മെന്റ് ഉണ്ടായി. നോക്കിയപ്പോണ്ട്
ഈ റെനാൾഡ് ബോങ്കയുടെ ഗ്രൂപ്പിൽ വന്ന ദേവദാസന്മാർ ഈ സ്റ്റേജിന് മുമ്പിൽ വന്ന് നിരന്ന് നിന്നു. ആ ദേവദാസന്മാർ നിന്നപ്പോൾ അതനുസരിച്ച് എല്ലാവരും വരിയായിട്ട് നിന്നു. ഈ പവർ കോൺഫറൻസിലുള്ളവർ പങ്കെടുക്കുന്നവർ സത്യത്തിൽ അതിന് ഏറ്റവും പുറകിലെ വരിയിലാണ് നിൽക്കേണ്ടി വരുന്നത്. ഒരു ആഗ്രഹം വന്ന് ഈ ദൈവദാസം എങ്ങനെ നമുക്ക് അങ്ങനെ അറിയത്തില്ലല്ലോ, ഇത് എങ്ങനെയാണ് ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ഈ ഓരോ ദൈവദാസന്മാരും ഓരോരുത്തരുടെ തലയിൽ കൈവച്ച് എങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്ന് കാണാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഞങ്ങൾ അവിടെ വന്ന് വരുമ്പോൾ ഒരു കാര്യം ചെയ്യാം, ആ സൈഡിൽ പോയി നിൽക്കാം, നിന്നിട്ട് ഈ ഓരോ ദൈവദാസന്മാരും ഓരോരുത്തരുടെയും തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയുണ്ടെന്നൊന്ന് കാണാം. അങ്ങനെ കാണാൻ വേണ്ടി ഇവരെല്ലാം നിൽക്കുന്നു. ഇങ്ങനെ സ്റ്റേജിന്റെ ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ട് ആ സ്റ്റേജിനോട് ചേർന്ന് നിന്ന് ഇത് നോക്കി നിൽക്കുകയാണ് ഇവര്. ജനം 6 ദൈവദാസന്മാരോ 7 ദൈവദാസന്മാരുണ്ടോ അവരുടെ മുമ്പിൽ ചിലപ്പോൾ ആൾക്കാർ ഇങ്ങനെ നേരെ നിൽക്കുന്നു. ഭയങ്കര തള്ളുണ്ട്. പെട്ടെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള ആ വാഞ്ച ആഗ്രഹത്തിൽ ആൾക്കാർ ഇങ്ങനെ തള്ളി മുന്നോട്ട് വരുന്നുണ്ട്. അവർ അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ദൈവദാസന്മാർ പ്രാർത്ഥിക്കുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അനൗൺസ്മെന്റ് ചെയ്തെയും റെയ്നാൾഡ് ബോങ്ക എന്ന ദൈവദാസൻ അവിടുന്ന് ഈ ഇറങ്ങി സ്റ്റേജിലേക്ക് വന്നു. അദ്ദേഹം പ്രാർത്ഥിച്ചു, ഉദ്ഘാടനം ചെയ്യാൻ പോയത്. അത് കഴിഞ്ഞ് ഈ ദൈവദാസന്മാരെല്ലാം പ്രാർത്ഥിക്കും. അദ്ദേഹം നോക്കിയപ്പം 3-4 പേര് മാത്രം നിൽക്കുന്ന ഒരു വരി ഒരു സൈഡിൽ, 4 പേര് 3-4. സത്യത്തിൽ നമ്മൾ അവിടെ നിൽക്കുന്നത് അതനെയല്ലേ പോലെ ഇത് കാണാൻ നിൽക്കുക. സ്തോത്രം. ഈ ദൈവദാസൻ നേരെ മുമ്പിൽ വന്ന് എന്റെ തലയിലേക്ക് കൈവച്ചു അദ്ദേഹം പ്രാർത്ഥിച്ചു. എന്തോന്നറിയാത്ത ഒരു അനുഭവം എന്റെ ലൈഫിലൂടെ കടന്നുപോയി, എന്റെ ഈ ശരീരത്തിലൂടെ കടന്നുപോയി. എന്താണെന്ന് എനിക്ക് വിശദീകരിക്കാൻ പറ്റത്തില്ല. ഞാൻ മാറി അടുത്തേക്കുന്ന അടുത്ത ആള് ഒരു 3-4 പേരുടെ തലയിൽ അദ്ദേഹം കൈവച്ചു. അത് കഴിഞ്ഞിട്ട് ആ ബോധം വരാൻ, എന്താണ് സംഭവിച്ചത് ബോധം വരാൻ ഒരു 3-4 മിനിറ്റ് പിടിച്ചു. ഞാൻ അപ്പോഴും നോക്കിപ്പോണ്ട് അപ്പുറത്തെ എല്ലാം വരിക്ക് നിന്ന ആൾക്കാരെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങളവിടെ അത് കഴിഞ്ഞ് അവിടെ നിന്നു. അദ്ദേഹം ഈ ഞങ്ങൾ നിന്ന 4 പേരുടെ 5 പേരുടെ തലയിൽ മാത്രം കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം മടങ്ങിപ്പോയി. ആ മീറ്റിങ്ങിനടുത്ത് എന്റെ ചിന്ത, നീ കർത്താവിന്റെ വേല ചെയ്യണം, നിന്റെ ദൈവം അതിനല്ലേ വിളിച്ചിരിക്കുന്നത്. ഞാൻ വിചാരിച്ചു, കാരണം എങ്ങനെ, എപ്പോൾ, എന്ത്, വീട്ടുകാരോട് എന്ത് പറയും, എല്ലാം എന്ത് സംഭവിക്കും. അച്ചൻപട്ടമാണെങ്കിൽ എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല ഒരു പാസ്റ്ററാകാൻ. ഞാൻ ഒരിക്കലും ഒരു പെന്തക്കോസ്തുകാരനാകാൻ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു ആഗ്രഹം എന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. പക്ഷെ എനിക്കൊരു കാര്യം അറിയാമായിരുന്നു, ഓരോ സമയങ്ങളിലും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ദൈവമുണ്ട്. ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളിലും വഴി നടത്തുന്ന ഒരു കർത്താവുണ്ട്, ജീവനുള്ള സത്യ ദൈവം. ഞാൻ അവിടെ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു. മീറ്റിംഗ് കഴിയുമ്പോൾ വീണ്ടും ട്യൂഷൻ ആരംഭിച്ച സമയത്ത് ഞാൻ ഞങ്ങളുടെ അവിടെ മീറ്റിങ്ങിന് ലീഡ് ചെയ്യുന്ന ഞങ്ങൾക്ക് സാറിനോട് പറഞ്ഞു, സാറേ എനിക്കൊരാഗ്രഹമുണ്ട്. സാർ ചോദിച്ചെന്താ? ഞാൻ പറഞ്ഞു, ഞാനും കാസർഗോഡ് പോകട്ടെ. അതെന്തിനാ? ഞാൻ പറഞ്ഞു, അവിടെ സുവിശേഷ വേല ചെയ്യാനൊരു ആഗ്രഹമുണ്ട്. ഞാനിപ്പം ഈ ഏപ്രിൽ മാസം വരുമ്പം 99 ഏപ്രിൽ മാസം വരുമ്പം മാർച്ചിൽ കുട്ടികളുടെയൊക്കെ ക്ലാസ് അവസാനിക്കും, എന്റെ ട്യൂഷൻ നിൽക്കും. 2 മാസം ഞാൻ ഫ്രീ ആണ്. ഈ 2 മാസം ഞാൻ കാസർഗോഡ് പോയി അവിടെ വേല ചെയ്യുന്ന ദൈവദാസന്മാരോടൊപ്പം ഒന്ന് അധ്വാനിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ഇദ്ദേഹം ജഗൽ സാറ് മോഹൻ ബി ഡേവിഡിന് പാസ്റ്റർ ഒരു കത്തയച്ചു. അതിലിങ്ങനെ എഴുതി, നമ്മുടെ ഇവിടുന്ന് 2 സഹോദരന്മാർ അങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നു. അന്ന് ഫോണൊന്നും ഇല്ലല്ലോ, ലാൻഡ് ഫോണുകളാണുള്ളത്. അപ്പൊ മൊബൈലൊന്നും ഇല്ലാത്ത കാലമല്ലേ. അവിടെ മോഹൻ ബി ഡേവിഡ് പാസ്റ്റർ ജേക്കബ് സാറിന് ഒരു കത്തയച്ചു. അതിൽ ഞങ്ങളെ വെൽക്കം ചെയ്തുകൊണ്ടും വരാനുള്ള വഴി പറഞ്ഞു തന്നുകൊണ്ടും ഒക്കെ ഒരു കത്തെഴുതി. അങ്ങനെ ആ റെയ്നാൾഡ് ബോങ്കയുടെ മീറ്റിംഗ് കഴിഞ്ഞ് ദൈവദാസന്റെ ആ ഒരു ദൈവീയ ശക്തി, പരിശുദ്ധാത്മ ശക്തി ഞങ്ങളുടെ ഹൃദയത്തിൽ ജീവിതത്തിൽ വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഒരു ദിവസം പോലും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കണ്ടിരിക്കുന്നുവെന്ന് തലയെ കൈവച്ച് പറഞ്ഞിട്ടല്ല, ദൈവത്തിന്റെ ആ ഉള്ളിൽ പ്രേരിപ്പിക്കാൻ തുടങ്ങി. ഈ കർത്താവിന്റെ വേല ചെയ്യണം. ആരും സുവിശേഷം കേൾക്കാത്ത, ഒരു വ്യക്തി പോലും സുവിശേഷം കേൾക്കാത്ത അനവധി സ്ഥലങ്ങൾ നമ്മുടെ മലബാറിലുള്ളപ്പോൾ, കാസർഗോഡ് ഉള്ളപ്പോൾ, കണ്ണൂരുള്ളപ്പോൾ വീണ്ടും സുവിശേഷം കേട്ട് പല ആവർത്തി അതിന്റെ മർമ്മങ്ങൾ തിരിച്ചും മറിച്ചും കേട്ട ഈ തെക്കൻ ജില്ലകളേക്കാൾ ഈ കാസർഗോഡ് ജില്ലയിൽ പോകണം. അങ്ങനെ
1999 മാർച്ച് മാസം കുട്ടികളുടെ എക്സാം എല്ലാം കഴിഞ്ഞ് ആ ട്യൂഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് നിർത്തിയിട്ട് ഏപ്രിൽ മാസത്തിൽ ഞാൻ അവരോട് ഈ കുട്ടികളോടൊക്കെ പറഞ്ഞു, ഇനി 2 മാസം ഇല്ലല്ലോ, ജൂൺ മാസത്തിൽ നമുക്ക് ക്ലാസ് തുടങ്ങാം. ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു, ഞാൻ 2 മാസം കാസർഗോഡ് പോകും, ജൂൺ മാസം ട്യൂഷന് വേണ്ടി ഞാൻ മടങ്ങി വരും. അവര് സമ്മതിച്ചു. അങ്ങനെ ഞാൻ ഏപ്രിൽ മാസത്തിൽ 1-ാം തീയതി കൊല്ലം ശാസ്താംകോട്ടയിൽ നിന്ന് ട്രെയിനിൽ കയറി 2-ാം തീയതി കാസർഗോഡ് ടൗണിൽ താമസിക്കുന്ന മോഹൻ പി ഡേവിഡ് പാസ്റ്ററിന്റെ ഭവനത്തിൽ എത്തിച്ചേർന്നു. അവിടെ ചില ദിവസങ്ങൾ ഉപവാസവും പ്രാർത്ഥനകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ നടുവിലാണ് എത്തിച്ചേർന്നത്. അങ്ങനെ മോഹൻ പി ഡേവിഡ് പാസ്റ്ററിന്റെ ഭവനത്തിൽ വന്ന് ദൈവത്തെ ആരാധിക്കാനും മഹത്വപ്പെടുത്താനും തുടങ്ങി. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതം ഒന്നേ ഉള്ളൂ, വെച്ചു മാറാവുന്ന ഒരു ജീവിതമല്ല. അല്ലെങ്കിൽ പിന്നാകട്ടെ എന്ന് വെച്ചാൽ അടുത്ത നിമിഷം നമുക്കുള്ളതല്ല. ഒരുപക്ഷെ ഞാനൊരു പുരോഹിതനായിരുന്നെങ്കിൽ സമൂഹത്തിൽ നിന്ന് മാന്യത ലഭിച്ചേന്, ബന്ധുക്കൾ ബഹുമാനിച്ചേന്, എല്ലാം കിട്ടിയേനെ. പക്ഷേ നിത്യജീവൻ തരാൻ ആർക്കും പറ്റത്തില്ല. ഒരു മനുഷ്യന് പോലും നമ്മളെ നിത്യജീവനെ തരാൻ പറ്റത്തില്ല. യേശു കർത്താവിനെ അറിയുന്നത് തന്നെ നിത്യജീവനാവും. യേശു കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു. ആ കാസർഗോഡ് അവിടെ മോഹൻ പി ഡേവിഡ് പാസ്റ്ററിന്റെ ഭവനത്തിലെ ഉപവാസ പ്രാർത്ഥനകളിൽ ഇരുന്നു മോഹൻചായൻ പറഞ്ഞു, ഞങ്ങൾ മോഹൻ പി ഡേവിഡ് പാസ്റ്ററിനെ മോഹൻചായൻ എന്നാണ് വിളിക്കുന്നത്. മോഹൻചായൻ പറഞ്ഞു, ഇവിടെ ഇരിക്കണം, പ്രാർത്ഥിക്കണം, ശക്തി പ്രാപിച്ചിട്ടേ വേലയ്ക്കൊക്കെ പോകാവൂ. നമുക്കറിയത്തില്ല സത്യത്തിൽ ശക്തി എന്താണെന്ന്, നമുക്ക് വലിയ പിടിയൊന്നുമില്ല, അറിയത്തില്ല. വചനം നന്നായി വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്ത ഒരു അനുഭവമേ ഉള്ളൂ. പക്ഷെ പറഞ്ഞ അല്ല, ഇവിടെ ഈ മീറ്റിംഗ് ഇരുന്ന് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണം, ശക്തി പ്രാപിക്കണം. ഈ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ട് വേണം വേല സ്ഥലത്തേക്കൊക്കെ നമ്മൾ പോകാൻ. അങ്ങനെ അവിടെ നടന്ന ആ മീറ്റിങ്ങിൽ എനിക്ക് തോന്നുന്നത് ഞങ്ങൾ വന്നതിന്റെ 4-ാമത്തെ 5-ാമത്തെ ദിവസം ശക്തമായി പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന ഒരു അനുഭവം ഉണ്ടായി. പരിശുദ്ധാത്മാവുമായിട്ടുള്ള നല്ലൊരു ബന്ധത്തിൽ ആ ഒരു അഭിഷേകത്തിന്റെ ഒരു ശക്തി, പരിശുദ്ധാത്മ നിറവിന്റെ ഒരു ശക്തി അനുഭവിപ്പാൻ ദൈവം സഹായിച്ചു. അങ്ങനെ ചില ദിവസത്തെ അവിടുത്തെ മീറ്റിങ്ങുകൾ, പ്രാർത്ഥനകൾ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന ചെറുപുഴയുള്ള വർക്കിച്ചായൻ, പരസ്യയോഗങ്ങളൊക്കെ നടത്തുന്ന വർക്കിച്ചായൻ അന്ന് കാസർഗോഡ് ജില്ലയിൽ തൃക്കരിപ്പൂർ, കാസർഗോഡിന്റെ തെക്ക് അറ്റത്തുള്ള പഞ്ചായത്താണ് തൃക്കരിപ്പൂർ. തൃക്കരിപ്പൂർ ടൗണിനടുത്ത് ഒരൊറ്റ റൂമുള്ള വാടകയ്ക്കെടുത്ത് അതിൽ അദ്ദേഹം താമസിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ താമസിക്കുന്ന ആ റൂമിൽ എത്തി അവിടെ നിന്ന് കർത്താവിന്റെ ഈ തൃക്കരിപ്പൂർ ദേശത്ത് സുവിശേഷ പ്രവർത്തനം ആരംഭിച്ചു. ഒരൊറ്റ റൂം, അടുത്ത് കോമൺ ആയിട്ടുള്ള, അങ്ങനെ സിംഗിൾ റൂമുകൾ കുറെ ഉണ്ട്, കോമൺ ആയിട്ടുള്ള ബാത്റൂമുകൾ 3 ഉണ്ട്. അവിടെ അങ്ങനെ ഫ്രഷൊക്കെ ആയി തൊട്ടടുത്തുള്ള ഒരു പഞ്ചായത്താണ് വലിയപറമ്പ് പഞ്ചായത്ത്. ഒരു വശത്ത് പുഴയും മറുവശത്ത് കടലുമുള്ള മനോഹരമായ ഒരു പഞ്ചായത്ത്. എൻ്റെ കൂടെ അന്ന് ഉണ്ടായിരുന്ന അനിൽ ബ്രദർ ഒരുമിച്ച് ഞങ്ങൾ 2 പേരും കൂടി ഈ വലിയപറമ്പ് പഞ്ചായത്തിലെ ഭവനങ്ങൾ തോറും ലഘുലേഖകളും നടന്നുപോയി. ഒരു തൃശ്ശൂർ ടൗണിൽ നിന്ന് ഞങ്ങൾ അവിടം വരെ നടന്ന്, അന്ന് പാലമില്ല, ഇന്ന് പാലമുണ്ട്, അന്ന് പാലമില്ല. അപ്പം നടന്ന് തോണി കയറി അക്കരെ ഇറങ്ങി ഞങ്ങള് സുവിശേഷ പ്രവർത്തനങ്ങൾ പലതും ചെയ്തു. അത് കഴിഞ്ഞ് അനിൽ ബ്രദറിനെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റപ്പെട്ടപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കാൻ തുടങ്ങി. ചില മാസങ്ങളെ അദ്ദേഹം എന്നോടൊപ്പം ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ നിന്ന് ഈ തോണി ഇറങ്ങി ചെല്ലുന്ന അടുത്ത് ഒരു കുടുംബം താമസിക്കുന്നുണ്ടായിരുന്നു, ഒരു കത്തോലിക്ക കുടുംബം. അവിടെ ഒരു ചെറുപ്പക്കാരൻ എന്നോട് വന്ന് പറഞ്ഞ്, ഞാൻ അവിടെ ചെന്നപ്പോൾ പറഞ്ഞ്, നിങ്ങൾ ഈ പറയുന്നതൊക്കെ തെറ്റാണ്, നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ ബൈബിൾ അനുസരിച്ച്, ഞാൻ ഒരു കത്തോലിക്കനാണ്, ഞാൻ ഈ ബൈബിൾ അനുസരിച്ച് യേശുവിന്റെ സ്ഥാനവും യേശുവിന്റെ അമ്മയുടെ സ്ഥാനവും ഞാൻ പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞു, കർത്താവേ നന്ദി, കാരണം എന്നെ പോലെ ഒരാളെ എനിക്ക് കിട്ടിയല്ലോ.
ഞങ്ങൾ അവിടെ ഒരു ചർച്ച ആരംഭിച്ചു. ആ അമൽദാസ് അപ്പച്ചന്റെ മകന്റെ പേരാണ് സൽബിൻ. ഇന്ന് UP സുൽത്താൻപൂരിൽ കർത്താവിന്റെ ദാസനായി വർഷങ്ങളായി വേല ചെയ്യുന്ന സൽബിനെ എനിക്ക് ഈ ദ്വീപിൽ നിന്ന് ലഭിച്ചതാണ്. അങ്ങനെ കർത്താവ് ശക്തമായി ഉപയോഗിക്കാൻ തുടങ്ങി. പല സ്ഥലങ്ങളിലും സുവിശേഷത്തിന്റെ ജ്വാല. എല്ലാവരുടെയും സംശയം, ഇത് ഒരു മതം മാറ്റമാണോ, ഇതൊരു ജാതി മാറ്റമാണോ? ഞാൻ പറയും അല്ല. ക്രിസ്ത്യാനി എന്നൊരു മതം യേശു കർത്താവ് ഉണ്ടാക്കിയിട്ടില്ല. ക്രിസ്തു മതം കർത്താവ് ഉണ്ടാക്കിയിട്ടില്ല. ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഓരോരുത്തരെയും, അവരെ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരെ വിളിച്ച ഒരു പേരാണ് ക്രിസ്ത്യാനി. ഇതൊരു മതമല്ല, ഇതൊരു അനുഭവമാണ്. ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ, ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ കുത്തകയായിട്ടുള്ള ഒരു പുസ്തകമല്ല. വിശുദ്ധ ബൈബിൾ എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ബൈബിൾ ആണ്. അങ്ങനെ നിരന്തരമായ ഈ സുവിശേഷത്തിന്റെ പ്രഘോഷണം ഈ തൃക്കരിപ്പൂര് തൊട്ടടുത്തുള്ള പഞ്ചായത്തുകൾ, ഇവിടെ ഒരു ദൈവദാസനോ ദൈവസഭകളോ ഇല്ലാത്ത പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് കർത്താവിന്റെ മഹത്വകരമായ വേല ചെയ്യുവാൻ കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഇത്രയും വർഷങ്ങൾ 27 വർഷങ്ങളായി സുവിശേഷത്തിന്റെ ജ്വാല ഇവിടെ ഉയർത്തുവാൻ വേണ്ടി കർത്താവ് എന്നെ സഹായിക്കുന്നു. ഉള്ളവരെ ബുദ്ധിമുട്ടുകൾ ഒരുപാട് വന്നു. എനിക്ക് എന്റെ സ്കൂട്ടറുകൾ തകർത്ത അനുഭവമുണ്ട്, ബൈക്ക് തകർത്ത അനുഭവങ്ങളുണ്ട്, വീടിന് കല്ലെറിഞ്ഞ അനുഭവങ്ങളുണ്ട്, ഉപദ്രവേറ്റ അനുഭവങ്ങളുണ്ട്. 1, 2, 3, 4 പ്രാവശ്യം മറ്റ് പ്രാർത്ഥിക്കാൻ കഴിയാത്ത അനുഭവങ്ങളുണ്ട്. പെട്ടെന്ന് ഭവനങ്ങൾ മാറിക്കൊടുക്കേണ്ട അനുഭവമുണ്ട്. ഞാൻ ഇന്ന് ഈ ദൈവവചനം നിങ്ങളോട് സംസാരിക്കുമ്പം 11ാമത്തെ ഒരു ഭവനത്തിൽ ഇരുന്നാണ് ഇത് സംസാരിക്കുന്നത്. സുവിശേഷത്തിന് വേണ്ടി പൗലോസ് അപ്പോസ്തലനെ പോലെ കർത്താവിന് വേണ്ടി നിൽക്കുവാനുള്ള ഒരു പ്രേരണ സ്വർഗ്ഗത്തിലെ ദൈവം, ഒരു പ്രചോദനം പരിശുദ്ധാത്മാവ് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നു. പല സാഹചര്യങ്ങളിലും പ്രാർത്ഥന പോലും നടത്താൻ കഴിയാത്ത അനുഭവങ്ങൾ ഉണ്ടായി. പോലീസ് കേസ്, സർവകക്ഷി യോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ പലതരത്തിൽ ഒന്നിനു പുറകെ ഒന്നായി ജീവിതത്തിൽ കടന്നു വന്ന സമയങ്ങളുണ്ട്. എന്നാൽ അതിൻ്റെയൊക്കെ നടുവിൽ ദൈവം നിർത്തി. ഭീഷണികൾ അറിയത്തില്ലല്ലോ, സുവിശേഷ വിരോധികളാലുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് അറിയാത്തത് കൊണ്ടല്ലേ അവരത് ചെയ്യുന്നത്. പലപ്പോഴും അടുത്ത സ്റ്റെപ്പ് എന്തെന്ന് അറിയാൻ കഴിയാത്ത അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും പലപ്പോഴും അങ്ങനെ ഉണ്ടെങ്കിലും വിളിച്ച ഒരു കർത്താവ്, തെരഞ്ഞെടുത്ത ഒരു കർത്താവ്, കൃപയിലേക്ക് കൊണ്ടുവന്ന ഒരു കർത്താവ് ഈ എന്നെ ശക്തനാക്കുന്നതിന് മൂലം ഞാൻ സർവത്തിനും മതിയാകുന്നതാണ്. ഞാൻ എപ്പോഴും കർത്താവിനോട് പറയും, കർത്താവെ, ഞാൻ അറിഞ്ഞുകൊണ്ട് തിരഞ്ഞെടുത്തതാണ്, അറിയാതെ വന്നതല്ല, അറിഞ്ഞിട്ട്. ഈ കർത്താവ് സർവ്വമനുഷ്യർക്കും വേണ്ടി മരിച്ചെന്നുള്ള ഈ സത്യം അറിഞ്ഞിട്ട് കടന്നു വന്നതാണ്. പരസ്യമായിട്ട് ഉപദ്രവിക്കുമെന്നും കാലുവെട്ടുമെന്നും ഒക്കെയുള്ള ഭീഷണികൾ മയക്കുവെച്ച് വിളിച്ചു പറഞ്ഞ സ്ഥാനത്ത് വീടിന് പോലീസ് കാവൽ ഏർപ്പെടുത്തിയ സാഹചര്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ ദൈവാത്ഭുതം ചെയ്തു. ഇന്ന് ഞാൻ ഈ ദൈവവചനം, ഈ സാക്ഷ്യം നിങ്ങളോട് പങ്കുവെക്കുന്നത് സ്വന്തമായ, അല്ലെങ്കിൽ ദൈവസഭയ്ക്ക്, ദൈവമക്കൾക്ക് ആരാധിക്കാൻ കർത്താവ് തന്ന സ്വന്തമായ ഒരു ചെറിയ സൗകര്യത്തിൽ തന്നെ ഇരുന്നാണ്. ഓരോ പ്രതികൂലങ്ങളും, ഓരോ എതിരുകളും, ഓരോ വിഷമങ്ങളും, ഓരോ സങ്കടങ്ങളും കർത്താവിന്റെ മഹത്വകരമായ ശുശ്രൂഷയുടെ ട്രെയിനിങ് ആണെന്ന് മനസ്സിലാക്കി ആ കരത്തിൻ കീഴിൽ താണിരിപ്പാനും കർത്താവിന് വേണ്ടി ജീവിപ്പാനും കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് പേര് ഇന്ന് ആസാമിൽ കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരു ജിതിനുണ്ട്. ഒരു കൊച്ചു പയ്യനായിരിക്കുമ്പോൾ അവന്റെ മാതാപിതാക്കൾ കർത്താവിന്റെ വചനം കേട്ട് കടന്നു വന്നയാണ്. അവരെടുത്ത ആ തീരുമാനം മുഖാന്തരം അവൻ ഇന്ന് ആസാമിൽ കർത്താവിന്റെ വേല ചെയ്യുന്നു. ഞാൻ പറഞ്ഞത് ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളായി നാം ഓരോരുത്തരും തീരുവാൻ വേണ്ടിയാണ്. ഈ സുവിശേഷം ക്രിസ്ത്യാനികളുടെ മാത്രമുള്ളതൊന്നുമല്ല. ഏതെങ്കിലും ഒരു മതഗ്രന്ഥമല്ല. മതത്തിന്റെ കുറച്ച് ആചാരങ്ങളും
മതത്തിന്റെ കുറച്ച് അനുഷ്ഠാനങ്ങളോ മതത്തിന്റെ കുറച്ച് കർമ്മങ്ങളോ പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമല്ല വിശുദ്ധ ബൈബിൾ. വിശുദ്ധ ബൈബിൾ സർവ്വ മനുഷ്യർക്കും സ്വർഗത്തിലെ ദൈവമായി ചേർന്ന സന്ദേശമാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഒരു ആലയത്തിലിരുന്ന് ആണ് പ്രാർത്ഥിക്കാൻ ഒരു സൗകര്യമുണ്ട്, അതിലിരുന്നാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് പറയുമ്പോൾ അതും അനേക ദൈവമക്കളുടെ അനേക പ്രിയപ്പെട്ടവരുടെ ശ്രമഫലമായി ഔദാര്യ ദാനം കൊണ്ടും അവരുടെ സമർപ്പണം കൊണ്ടുമാണ് ഈ ദേശത്തിന്റെ നടുവിൽ ഇങ്ങനെ ഒരു സൗകര്യം കൂടെ ദൈവം ഒരുക്കി തന്നത്. നാം വിശ്വസ്തയോടെ കർത്താവിനെ സേവിക്കുന്നെങ്കിൽ നമുക്ക് വേണ്ട സർവ്വതും ഒരുക്കി തരാൻ ദൈവത്തിന് കഴിയും. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, നാം ഈ ലോകത്ത് എന്തെല്ലാം നേടിയെന്ന് പറഞ്ഞാൽ സ്ഥാനങ്ങളോ മാനങ്ങളോ നല്ല ജോലികളോ നല്ല കസേരകളൊക്കെ നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞാലും പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ഇട്ടിട്ട് പോകേണ്ട ഒരു ദിവസമുണ്ട്. നമ്മുടെ ആയുസ്സിൽ ഈ കർത്താവിന് വേണ്ടി, ഈ കർത്താവിന്റെ നാമത്തിന് വേണ്ടി എന്ത് നാം ചെയ്തെന്ന് ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസമുണ്ട്. എന്റെ ജീവിതം എന്നെ പഠിപ്പിച്ചു. ഞാൻ ഒരാളോട് പോലും കർത്താവിനോട് പറഞ്ഞു, ആ ട്യൂഷൻ എടുക്കുന്ന സമയത്ത്, ട്യൂഷന് പോകുന്നതിന് മുമ്പ് എല്ലാം വിട്ടിറങ്ങി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ആ സമയം തൊട്ട് കർത്താവിനോട് പറഞ്ഞു, നിനക്ക് വേണ്ടത് ഞാൻ ചെയ്യും, നിനക്ക് വേണ്ടത് ഞാൻ ചെയ്യും. നമ്മളെ ഓരോരുത്തരെയും പോറ്റി പുലർത്തുവാൻ സ്വർഗത്തിലെ ദൈവം മതിയായ ദൈവമാണ്. ട്യൂഷന് വേണ്ടി ദൈവം നിയോഗിച്ച ആ സമയം മുതൽ പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ വഴി നടത്തൽ അനുഭവിക്കുവാൻ എനിക്ക് കഴിഞ്ഞു. ഓരോ ഘട്ടത്തിലും നമ്മളെ കർത്താവ് വഴി നടത്തും. അതാണ് ഞാൻ പറഞ്ഞ സാക്ഷ്യം. ഞാൻ ഒരു നാളിൽ പുരോഹിതനാകുവാൻ വേണ്ടി തീരുമാനിക്കുന്നു, എന്നെ അങ്ങനെ പോകുന്നു. ഞാനത് വിട്ടിട്ട് മടങ്ങി വരുന്നു. ശാസ്താംകോട്ടയിലുള്ള സഹോദരങ്ങൾ വിശ്വാസത്തിലായി എന്ന് കേട്ട് അവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ആ വഴി നടത്തൽ നാം മനസ്സിലാക്കണം. അവിടെ മാത്രമോ, ഈ പൊന്നം ബ്രദറിനെ, അദ്ദേഹമാണ് ഞങ്ങളെ വചനം പഠിപ്പിക്കുകയും വചനത്തിന്റെ മർമ്മങ്ങൾ പ്രസംഗിച്ച് ഞങ്ങൾ കേൾക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹത്തെ വിളിക്കുന്നു. അദ്ദേഹം വന്ന് ഈ തിരുവചനം ഞങ്ങളോട് സംസാരിക്കുന്നു. അന്ന് പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കുകയും ദൈവത്തിന്റെ സ്വരം, ഇമ്പസ്വരം കേൾക്കുകയും, അങ്ങനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1995 ഒക്ടോബർ മാസം 14-ാം തീയതി ശാസ്താംകോട്ട കായലിൽ ഞങ്ങൾ പൊന്നം ബ്രദറിനാൽ മുങ്ങി സ്നാനപ്പെടുവാനിടയായി. അന്ന് പല സഹോദരന്മാരുമായി ഉണ്ടായിരുന്നു. ഒരു അനിൽ ബ്രദർ, അതുപോലെ ഒരു ക്രിസ്റ്റി മെറാടെന്ന് പറയുന്ന സഹോദരൻ, അതുപോലെ ബിജി എന്ന് പറയുന്ന ഒരു സഹോദരൻ, ബൈജു എന്ന് പറയുന്ന സഹോദരൻ, ഇവരുടെ സഹോദരിയായിരിക്കുന്ന ബിസ്മി എന്ന് പറയുന്ന സഹോദരി. അങ്ങനെ കർത്താവിന്റെ വചനം അനുസരിച്ച് ആ തിരുവചനം കേട്ട് സമർപ്പിച്ച ഞങ്ങൾ 7 പേരും അവിടെ ആ മിഡ് നൈറ്റിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടുവാൻ അന്ന് കർത്താവ് സഹായിച്ചു. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെയും ജീവിതത്തിൽ ഇതുപോലെ ദൈവം ഇടപെടുന്ന സാഹചര്യങ്ങൾ നന്നായി തിരിച്ചറിയണം. ഈ സമയം നമുക്ക് മടങ്ങി വരുമെന്നോ മടക്കി കിട്ടുമെന്നോ നാം ഒരിക്കലും ചിന്തിക്കരുത്. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുന്നെങ്കിൽ അതിന് അനുസരണം കാണിക്കുമ്പോഴാണ് അടുത്ത കാര്യത്തിലേക്ക് ദൈവാത്മാവ് നമ്മളെ വഴി നടത്തുന്നത്. നാം ഒരു സ്റ്റെപ്പ് വെച്ച് കയറുമ്പോഴാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് കയറാൻ പറ്റും. ആ സ്റ്റെപ്പിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക്. ഇതുപോലെ ദൈവം നമ്മളോട് ഇടപെടുന്ന ചെറിയ കാര്യമായാലും വലിയ കാര്യമായാലും അതിനോട് നാം അനുസരണ കാണിക്കുന്ന സമയത്താണ് നമ്മുടെ ദൈവം അടുത്ത കാര്യം നമ്മളോട് സംസാരിക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഓരോ ഘട്ടങ്ങളിലും കാസർഗോഡ് ജില്ലയിൽ 1999 ഏപ്രിൽ മാസത്തിൽ വന്നെങ്കിൽ, പിന്നീട് ഞാനിവിടെ കർത്താവിന്റെ വേല ചെയ്യുമ്പം വിവാഹത്തിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ തുടങ്ങി. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എൻ്റെ മാതാപിതാക്കൾ അന്വേഷിക്കുന്ന ഒരു പെൺകുട്ടിയെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് ഞാനൊരു തീരുമാനമെടുത്തിരുന്നു. അവര് കത്തോലിക്കരാണ്, അവര് കത്തോലിക്ക വിശ്വാസത്തിലുള്ളവരാണ്.
സംഗതി എല്ലാം ശരിയാണ്. പക്ഷേ ഞാൻ ആഗ്രഹിച്ചു എൻ്റെ വീട്ടുകാരും ഞാൻ ഈ പറയുന്നത് കേൾക്കണം, അല്ലെങ്കിൽ എൻ്റെ ഈ പാത അവർക്ക് മനസ്സിലാകണം, അവരെ ആലോചിക്കണം. ഞാൻ ഇടയ്ക്ക് നാട്ടിൽ ചെന്ന സമയത്ത് എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞ്, മോനെ നിനക്ക് അവിടുന്ന് ഞാൻ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചുകൂടെ, നിനക്ക് പാസ്റ്റർമാരുടെ അടുത്ത് ഒക്കെ ഒന്ന് പറഞ്ഞുകൂടെ? ഞാൻ പറഞ്ഞു, നോ, ഞാൻ ഒരിക്കലും പറയത്തില്ല അപ്പച്ച. കാരണം അപ്പച്ചന്റെ ഒക്കെ ഉത്തരവാദിത്തമാണ് എനിക്കൊരു പെൺകുട്ടിയെ അന്വേഷിക്കുക എന്നുള്ളത്. ഞാൻ കണ്ടുപിടിക്കത്തില്ല, എനിക്ക് അതിനോട് താല്പര്യമില്ല. വിവാഹത്തോടും വലിയ താല്പര്യമുള്ള ആളല്ല ഞാൻ. കാരണം അച്ഛനാകാനൊക്കെ പോയ ആ ഒരു മൈൻഡ് സെറ്റപ്പിലാണ് ഞാൻ അന്നേരവും ഉള്ളത്. ഇവിടെയുള്ള പല ദേവാസന്മാരും എന്നെ ഉപദേശിക്കുമ്പോഴും ഞാൻ ആ ഒരു മൈൻഡ് സെറ്റപ്പ് എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ പിതാവ് ഒരു പെൺകുട്ടിയെ കണ്ടെത്തുന്നത്. അത് എൻ്റെ വൈഫിന്റെ ഇപ്പോഴത്തെ എൻ്റെ ഭാര്യയുടെ അമ്മയും വേറെ ഒരു പാസ്റ്ററിന്റെ ഭാര്യയും കൂടി എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് അവര് പറഞ്ഞ്, എൻ്റെ മകൾ ഇങ്ങനെ ബൈബിൾ കോളേജ് കഴിഞ്ഞ് നിൽപ്പുണ്ട്, സുവിശേഷ വേല ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനെ മതി എന്നാ പറഞ്ഞു. അങ്ങനെ അറിഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ അന്വേഷിച്ചു വന്നതാന്ന് പറഞ്ഞു. അപ്പച്ചന് ഭയങ്കര സന്തോഷമായി. അപ്പച്ചൻ പറഞ്ഞു, ഞാൻ വന്ന് പെണ്ണിനെ ഒന്ന് കാണട്ടെ. അവ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഞാൻ അന്വേഷിക്കുന്ന പെൺകുട്ടിയെ മാത്രമേ വിവാഹം കഴിക്കൂ എന്നാണ്, അതുകൊണ്ട് ഞാൻ കാണട്ടെ. അങ്ങനെ അവിടുത്തെ ജേക്കബ് സാറിനോടും പറഞ്ഞു. സാറ് പറഞ്ഞ്, മോഹൻ ബി ഡേവിഡ് മാസ്റ്റർ കാസർഗോഡ് നിന്ന് വരുന്നുണ്ട്, അതേ കൂടെ വന്നിട്ട് നമുക്ക് കൂടെ പോയി കാണാം. അങ്ങനെയാണ് എൻ്റെ ഭാര്യയായിരിക്കുന്ന സുസന്നാമ ഷീബയെ, അവരാണ് എൻ്റെ അപ്പച്ചനും കാസർഗോഡ് മോഹൻ ബി ഡേവിഡ് മാസ്റ്ററും ശാസ്താംകോട്ടയിലെ പാസ്റ്ററായിരിക്കുന്ന ജേക്കബ് സാറും കൂടി പോയി കണ്ട് അവരാണ് ഉറപ്പിക്കുന്നത്. അവരെന്നോട് പറഞ്ഞു, വാ വന്ന് കാണാൻ, ഞങ്ങൾ ഇത് ഉറപ്പിച്ചിട്ടുണ്ട്, ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ കാസർഗോഡ് നിന്ന് പോയി ഞാൻ കണ്ട്. അങ്ങനെ 2001 ഡിസംബർ മാസം 27-ാം തീയതി എൻ്റെ വിവാഹം നടക്കുവാനും കർത്താവ് സഹായിച്ചു. തുടർന്ന് ഒരു 7 ദിവസങ്ങൾ മാത്രമേ ഞങ്ങൾ കൊല്ലത്ത് നിന്നുള്ളൂ. അവിടുന്ന് മടങ്ങി കാസർഗോഡ് വന്ന് ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ വേല ശക്തമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ദീർഘവർഷങ്ങൾ കർത്താവിന്റെ വേല ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. എൻ്റെ ഭവനത്തില് ആരും തന്നെ ഈ വിശ്വാസ അനുഭവത്തിലേക്ക് വന്നിട്ടില്ല. എൻ്റെ പിതാവും മാതാവും നിത്യതയിൽ വിശ്രമിക്കുന്നു. എൻ്റെ പിതാവ് മരണത്തിന് തൊട്ടു മുമ്പ് എൻ്റെ ഒരു സ്നേഹിതനായ പാസ്റ്റർ അദ്ദേഹത്തോട് ദൈവവചനം പറയുകയും അതേ രക്ഷാവചനം ഏറ്റുപറയുകയും ചെയ്തു എന്ന് ആ ദൈവദാസൻ എന്നോട് പറഞ്ഞു. എൻ്റെ അമ്മ, ഞാൻ അമ്മച്ചിയെ വളരെ സ്ട്രോക്ക് വന്ന് കിടക്കുന്ന സമയത്ത് അടുത്തിരുന്നിട്ട് ഞാൻ വന്ന മാർഗത്തെക്കുറിച്ചും ഞാൻ എന്തുകൊണ്ട് ഇത് തെരഞ്ഞെടുത്തതിനെ കുറിച്ചും ഒക്കെ അമ്മച്ചിയോട് ഞാൻ സവിസ്തരം സംസാരിച്ചു. ഈ സ്ട്രോക്ക് വന്നതുകൊണ്ട് എൻ്റെ അമ്മച്ചിയുടെ നാവ് പഴയുന്ന നാവാണ്, ഒരു വശം മുഴുവൻ തളർന്നു പോയിട്ടുണ്ട്. വിഷമത്തോടെ ഞാൻ എൻ്റെ ചാരി ഇരുത്തിയിട്ട് ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി, യേശുവാണ് രക്ഷകനെന്ന് അമ്മച്ചിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു, യേശു നമ്മുടെ പാപത്തിന് പരിഹാരമാണ് മരിച്ചതെന്ന് അമ്മച്ചിക്ക് മനസ്സിലായി. അമ്മച്ചിക്ക് സ്വർഗത്ത് പോകണം. അമ്മച്ചിക്ക് പറ്റുമോ ഞാൻ പറയുന്നത് ഏറ്റു പറയാം? അപ്പൊ തലയാട്ടി ഞാൻ പറഞ്ഞ്, യേശുവെ അവിടുന്ന് രക്ഷകനാണ്, എൻ്റെ കർത്താവാണ്, ഈ രക്ഷാവചനം എൻ്റെ അമ്മച്ചിക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു. എൻ്റെ ഇടത് തോളിൽ ചാരിയിരുന്ന് എൻ്റെ അമ്മച്ചി ഈ രക്ഷാവചനം ഏറ്റുപറഞ്ഞു. കുറച്ച് മാസങ്ങൾക്കകം ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുകയും ചെയ്തു. ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ പിതാവും മാതാവും രക്ഷാവചനം ഏറ്റുപറഞ്ഞ് കർത്താവിനെ എൻ്റെ പാപത്തിന് പരിഹാരമായി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് രക്ഷാവചനം ഏറ്റുപറഞ്ഞതുകൊണ്ട് അവർ നിത്യതയുടെ സന്തോഷത്തിൽ എത്തും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ ഈ സാക്ഷ്യം പങ്കുവെക്കുന്നത് തന്നെ മറ്റ് ആരെയെങ്കിലും ഇടിച്ചു താഴ്ത്താനോ അവര് ശരിയല്ല എന്നോ വാദിക്കാനല്ല, മറിച്ച് യേശു നമ്മെ സ്നേഹിക്കുന്നെന്ന് പറയാനാണ്. എത്ര അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഏതെല്ലാം ഘട്ടങ്ങളിൽ കർത്താവ് രക്ഷിച്ചിട്ടുണ്ട്, ഏതെല്ലാം സാഹചര്യങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടിട്ടുണ്ട്. തളർവാദം പിടിച്ച് കിടന്ന ഒരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവർ എഴുന്നേറ്റ് ആരോഗ്യത്തോടെ
നടന്ന സാക്ഷ്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിൽ കൂടി കടന്നുപോയ ഒരു ഭരതൻ സഹോദരൻ ഇന്ന് കർത്താവിന് വേണ്ടി ജീവിക്കുന്നതിനെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്. എല്ലാം തകർന്ന് തരിപ്പണമായി എന്ന് ചിന്തിച്ച അനേകർ, ഈ ഭരതൻ സഹോദരന്റെ മകനാണ് ഞാൻ പറഞ്ഞ ജിതിൻ, ഇന്ന് ആസാമിൽ കർത്താവിന്റെ വേല ചെയ്യുന്നത്. ഇത് ഒരു യാദൃച്ഛ്യ സംഭവമല്ല, മറിച്ച് മുഴു ലോകത്തിന്റെയും രക്ഷയുടെ സന്ദേശമാണ് ഞാൻ ഈ പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ജീവനുള്ള ദൈവമായ, സത്യ ദൈവമായ, യഥാർത്ഥ ദൈവമായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ സന്ദർശനം ഉണ്ടായപ്പോൾ എന്നെ വഴി നടത്തിയ ആ വഴികളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചത്. ഇതുപോലെ യേശു നിങ്ങളുടെ ജീവിതത്തിലും വഴി നടത്താൻ മതിയായ ദൈവമാണ്. കരയുന്നവന്റെ കണ്ണീരൊപ്പുന്ന, വേദനിക്കുന്നവന്റെ വേദനയെ മാറ്റുന്ന, നിരാശയിലും തകർച്ചയിലുമായിരിക്കുന്നവരെ പ്രത്യാശയിലേക്ക് കൊണ്ടുവരുന്ന, നാശത്തിന്റെ വഴിയിലൂടെ യാത്ര ചെയ്യുന്നവരെ നിത്യജീവന്റെ പാതയിലെത്തിക്കുന്ന ഈ നല്ല കർത്താവിനെ അനുഭവിച്ചറിയുന്നത് പോലെ മറ്റൊരു ഭാഗ്യം ജീവിതത്തിൽ ഇല്ല. നമുക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടുമോ കിട്ടത്തില്ലയോ നമുക്കറിയത്തില്ല. നമുക്ക് നല്ലൊരു കുടുംബജീവിതം ലഭിക്കുമോ ലഭിക്കത്തില്ലയോ നമുക്കറിയത്തില്ല. നല്ലൊരു ജോലി കിട്ടുമോ കിട്ടത്തില്ലയോ നമുക്കറിയത്തില്ല. നമ്മുടെ നാളത്തെ ലൈഫ്, നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം എന്തായിത്തീരും നമുക്കറിയത്തില്ല. പക്ഷേ ഓരോറപ്പ് നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈ യേശു നമ്മുടെ ഹൃദയത്തിൽ വന്ന് വസിക്കുമ്പോൾ, യേശു നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിന് വലിയ മാറ്റം സംഭവിക്കും. നമ്മുടെ ഹൃദയത്തെ ഭരിക്കുന്ന പാപ സ്വഭാവങ്ങളിൽ നിന്നും തിന്മ പ്രവൃത്തികളിൽ നിന്നും വെളിച്ചം വരുമ്പോൾ ഇരുള് അകന്നു മാറുന്നത് പോലെ യേശു കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വാസം ചെയ്യുമ്പോൾ നാം ഹൃദയശുദ്ധിയുള്ള ഒരു ജീവിതത്തിന് ഉടമകളായിത്തീരും. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ എനിക്ക് നിങ്ങൾ ഓരോരുത്തരോടും പറയാനുള്ളത് ഇത് മാത്രമാണ്: യേശുവിനെ അറിയണം. യേശുവിനെ സമർപ്പിന്റെ കരങ്ങളിൽ ജീവിതത്തെ സമർപ്പിക്കണം. വിശുദ്ധിയുള്ള, ഭക്തിയുള്ള, സമർപ്പണമുള്ള, സന്തോഷമുള്ള നല്ലൊരു ജീവിതം നയിപ്പാൻ കർത്താവ് നിങ്ങളെ സഹായിക്കും. നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ, നിങ്ങളെ കർത്താവിന്റെ വഴി നടത്താൻ അനുഭവിപ്പാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശിഷ്യ ഇങ്ങനെ ഒരു സമയം ഒരുക്കി തന്ന പ്രിയ ആരോമ ടിവിയോടുള്ള നന്ദിയെ ഒരിക്കൽ കൂടി, പ്രത്യേകിച്ച് ഭാസ്കറോടുള്ള നന്ദിയെ പ്രത്യേകം അറിയിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഇന്ന് അവിടുത്തെ ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ കരങ്ങളിൽ തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ സാക്ഷ്യം അവരുടെ വിശുദ്ധ ജീവിതത്തിന്, ഒരു പുനർസമർപ്പണത്തിന്, ദൈവവചനത്തിന്റെ ആധികാരികത എന്തെന്ന് മനസ്സിലാക്കി വചനത്തിന് അനുസരണം കാണിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കണമേ. കുടുംബ തകർച്ചയിൽ കൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ, വേദനയിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ, നിരാശയിൽ കൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ, ഞങ്ങളെ സ്നേഹിപ്പാൻ, എന്നെ സ്നേഹിപ്പാൻ ആരുമില്ല എന്ന നീർക്കയത്തിലായിരിക്കുന്നവരുണ്ടെങ്കിൽ, മദ്യത്തിന്റെയോ മയക്കുമരുന്നിന്റെയോ അടിമത്തിൽ നിന്ന് ഇനി എങ്ങനെ ഒരു മോചനം കിട്ടുമെന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ, ഈ കേൾക്കുന്ന പ്രിയപ്പെട്ട ഓരോരുത്തരെയും കർത്താവെ സന്ദർശിക്കണമേ. ഈ അടിയന്റെ സാക്ഷ്യം അവരെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി, ഒരു സന്തോഷമായി, കർത്താവിനെ അനുഗമിക്കാൻ ഒരു പ്രേരണയായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിന്റെ നാമത്തിൽ സ്വർഗീയ പിതാവേ, ആമേൻ. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. താങ്ക് യു കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജോൺസൺ ജെയിംസ്. ഇത്രത്തോളം സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ നിലയിൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി കർത്താവ് നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. കർത്തൃദാസനുള്ളതായ നന്ദിയും സ്നേഹവും ഇത്തരണത്തിൽ അറിയിക്കുകയാണ്. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരു കത്തോലിക്ക കുടുംബത്തില് മാതാപിതാക്കന്മാർക്ക് ഇളയ മകനായിട്ട് ജനിച്ച് വളർത്തപ്പെട്ടു. സ്കൂൾ വിദ്യാഭ്യാസ കാലയളവില് ഒരു അധ്യാപകനായി തീരണമെന്നും, പിന്നത്തേതില് ഒരു പോലീസുകാരനായി തീരണമെന്നും, കോളേജ് പഠന സമയത്ത് ഒരു പട്ടാളക്കാരനായി തീരണമെന്നും ഒക്കെ ഹൃദയത്തിൽ ആഗ്രഹിച്ചു. എന്നാൽ പിന്നീട് ആ വഴികളൊക്കെ
പിന്നിട്ട് ഒരു പുരോഹിതനായി കത്തോലിക്ക സഭയുടെ മുൻനിരയിൽ ഒരു ശുശ്രൂഷ തലത്തിലേക്ക് സാമൂഹിക പശ്ചാത്തലത്തിൽ ജനത്തിന്റെ മുൻപാകെ എല്ലാവർക്കും ഒരു നല്ല ഒരു പുരോഹിതനായി അവരോധിക്കണം എന്ന് ഹൃദയത്തിൽ ആഗ്രഹിച്ചു. ആ നിലയിൽ മുന്നോട്ടുള്ളതായ കാലയളവ് തിരിച്ചുവിട്ടു. ഒരു പൗരോഹിത്യത്തിന് ആവശ്യമായിരിക്കുന്ന വിദ്യാഭ്യാസവും അതിനുള്ള ട്രെയിനിങ്ങുകളും ഒക്കെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ വാസ്തവത്തിൽ പിന്നെയും ആ റൂട്ട് മാറുകയാണ്. അധ്യാപകനും പോലീസുകാരനും പട്ടാളക്കാരനും പുരോഹിതനും എന്നുള്ള പദവിയൊക്കെ മാറി വാസ്തവത്തിൽ കർത്താവിൻ്റെ ദാസനായി മാറുവാൻ, കർത്താവിൻ്റെ മകനായി മാറുവാൻ, ഒരു ദൈവവൈതലായി മാറുവാൻ കർത്താവ് വഴിതിരിച്ചു വിട്ടതായ ആ നല്ല അനുഭവങ്ങളുടെ ഓർമ്മകൾ എത്ര അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങളായി തീർന്നു എന്ന് വാസ്തവത്തിൽ അത് കേൾക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. ഒരുപക്ഷെങ്കിൽ നമ്മൾ തിരഞ്ഞെടുത്തതായ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ച ആ പാതകളിലൂടെയൊക്കെ പോയിരുന്നു എങ്കിൽ ഇന്ന് ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുവാൻ അവസരം കിട്ടുമായിരുന്നില്ല. പകരം കർത്താവ് തിരഞ്ഞെടുത്തപ്പോൾ കർത്താവിനെ കുറിച്ചുള്ള ആ സാക്ഷ്യം ജീവിതത്തിലുടനീളം ദൈവം പ്രവർത്തിച്ചതായ, ദൈവം കൂടെ ഇരുന്ന് വഴി നടത്തിയതായ നല്ല അനുഭവങ്ങളുടെ ഓർമ്മകൾ അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കുവാൻ കർത്താവ് സഹായിച്ചു. ഒരു പക്ഷെങ്കിൽ ആ ജനിച്ചു വളർത്തപ്പെട്ട ആ ജീവിത പശ്ചാത്തലത്തിൽ ആഗ്രഹിച്ചതുപോലെ ഒരു പുരോഹിതനായിരുന്നു എങ്കിൽ മാനുഷികമായ അംഗീകാരങ്ങളും മാന്യതകളും സമൂഹത്തിൽ നിന്ന് സഭയിൽ നിന്നും ഒക്കെ ലഭിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് ക്രൂശിന്റെ പാതയിൽ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് നിന്ദകളും അപമാനങ്ങളും കഷ്ടപ്പാടുകളും ഒറ്റപ്പെടലുകളും ദുരിതങ്ങളും ദാരിദ്ര്യവും ഒക്കെ അനുഭവിച്ചാണ് ആ യാത്രയിലായിരിക്കുന്നു എങ്കിലും വലിയൊരു പ്രതീക്ഷയുണ്ട്, വലിയൊരു പ്രത്യാശയുണ്ട്. കാരണം ഒരു നിത്യത കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. ആ നിത്യതയിൽ എത്തിച്ചേരും എന്നുള്ള ആ ഒരു വലിയ പ്രത്യാശ. പുരോഹിതനായി പഠിക്കാൻ പോയപ്പോൾ സഹപ്രവർത്തകരായ സുഹൃത്തുക്കളൊക്കെ ആ സത്യം നേരത്തെ തിരിച്ചറിഞ്ഞ് അവര് ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് പോകുവാൻ ദൈവം അവർക്ക് കൃപ ചെയ്തു. എന്നാൽ അല്പം വൈകിയാണെങ്കിലും ആ കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിച്ചില്ല. അവരുടെ കൂട്ടത്തിലേക്ക് പ്രിയ കർത്താവിന്റെ ദാസൻ ജോൺസനെയും ദൈവം മടക്കി വരുത്തി എന്ന് വേണം പറയാൻ. മുന്നമേ തന്നെ ആ ഒരു തീഷ്ണത ഹൃദയത്തിൽ ദൈവം തന്നതുകൊണ്ടാണ് ആ ഒരു ധ്യാന കൂട്ടായ്മയിലേക്ക് പോകുവാൻ ഇടയായി തീർന്നത്. അവിടെ വെച്ച് തന്നെ ദൈവം കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചതാ. എന്നാൽ സാഹചര്യം മറ്റൊന്നായിരുന്നത് കൊണ്ട് ആ അറിഞ്ഞ ഒരു വഴിയിലേക്ക് പോയി. എന്നാൽ സത്യത്തിന്റെ പാതയിലേക്ക് അധികം താമസിയാതെ തന്നെ കർത്താവ് മടക്കി വരുത്തിയത് കൊണ്ട് ഇന്നും ഉറച്ചു നിൽക്കുവാൻ ദൈവം കൃപ ചെയ്യുന്നു. അനേക പ്രിയപ്പെട്ടവർക്ക് ദൈവദാസന്റെ ശുശ്രൂഷയും പ്രവർത്തന മേഖലകളും അത് വിശാലമായി തുറന്നു കിടക്കുന്നു. അനേകരുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീർന്നുകൊണ്ടിരിക്കുന്നു. പലരുടെയും വിടുതലിന് കാരണമായി തീർന്നുകൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കാൻ കഴിഞ്ഞു. ദൈവദാസനെയും കുടുംബത്തെയും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദേശത്തെയും ജനത്തെയും ശക്തമായി ദൈവം ഉപയോഗിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സമയം വേർതിരിച്ച് അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെ കുറിച്ച് അരുവമാ TV പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ കടന്നു വന്നതിന് കർത്തദാസനോട് കുടുംബാംഗങ്ങളുടേതായ നന്ദിയും സ്നേഹവും കടപ്പാട് ഇത്തരണത്തിൽ അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രേക്ഷകരെ, ഈ സാക്ഷ്യം നിങ്ങൾക്ക് ഒരു വേറിട്ട അനുഭവമായി തീർന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ കേട്ട ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണും. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ആമേൻ.
ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com